പ്രിയരെ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 32 വർഷക്കാലമായി വളരെ നിശബ്ദമായി കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ കൂട്ടായ്മയാണ് കേരള ജൈവകൃഷി സമിതി. നമ്മുടെ മുക്കിൻ തുമ്പത്ത് പ്രകൃതി കൊടുന്നുവന്ന വായു, ദാഹിക്കുന്നവൻ്റെ ദാഹമകറ്റാൻ തൊണ്ടയിലെ എരിച്ചിലകറ്റാനുള്ള വെള്ളം, വിശക്കുന്നവൻ്റെ അന്നം, ഇതൊക്കെ തരുന്ന പ്രകൃതിയോട് മനുഷ്യകുലം എങ്ങനെയാണ് പ്രതികരിക്കണമെന്നും അതുണ്ടാവുന്ന തടസ്സങ്ങളെ ഇത്തരം കാര്യങ്ങളിലൂടെ, കൂട്ടായ്മയിലൂടെ ഒരു മാനസിക ചിട്ടവട്ടത്തിലെത്തി വരും തലമുറയ്ക്കും ജീവിക്കാൻ ഈ ഭൂമി പ്രാപ്തമാക്കണമെന്നുമുള്ള പ്രാർത്ഥനയോടുകൂടി 32 വർഷം മുമ്പ് കേരളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി പ്രവർത്തകനായ ശ്രീ ജോൺ സി ജേക്കബ്, അതുപോലെ തന്നെ കേരളത്തിലെ പ്രകൃതി വിശകരുടെ ആചാര്യനായ ശ്രീ CRR വർമ്മ, ജൈവ കർഷകരുടെ ആചാര്യനായ ശ്രീ KV ദയാൽ, ഈ 3 മനുഷ്യകളുടെ കൂട്ടായ്മയായിരുന്നു ഇത്തരം ഒരു സംഘടനയുടെ പിറവി. പ്രകൃതിയും മനുഷ്യനും കൂടി ഇണങ്ങി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യവും, മറ്റ് ചരാചരങ്ങൾ ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ മനുഷ്യകുലം അവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നും അത്തരത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളിൽ മണ്ണിൽ നിന്ന് ഭക്ഷണം പുറത്തെടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളിലുള്ള സൂക്ഷ്മതകളും, അതാണ് ജൈവകൃഷി. ആ ജൈവകൃഷിയിൽ പാലിക്കേണ്ട മാന്യതകളും, ഒപ്പം ജീവിതം അതിനനുസരിച്ച് ചിട്ടപ്പെടുത്തിയാൽ മാത്രമേ വരും നാളുകളിൽ സുഗമമായ മനുഷ്യൻ്റെ മാത്രമല്ല സർവചരാചരങ്ങളുടെയും നിലനിൽപ്പ് സാധ്യമാകൂ എന്ന് തിരിച്ചറിയുകയും അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന മനുഷ്യരാണ് ഇന്നിവിടെ ഒത്തുചേരുന്നത്. ഇതിന് ഞങ്ങൾ പറയുന്ന വാക്ക് ജൈവ ജീവിതം എന്നാണ്. അപ്പോൾ ജൈവകൃഷി എന്ന് പറഞ്ഞ് കുറച്ച് യൂറിയും പൊട്ടാഷ്യം ഇടുന്നതിന് പകരം കുറച്ച് ചാണകവും ചാരവും ഉപയോഗിച്ചാൽ തീരുന്നതല്ല പ്രതിസന്ധികൾ. മനുഷ്യകുലം അവൻ്റെ നിലനിൽപ്പിന് വേണ്ടി, അല്ലെങ്കിൽ അവൻ്റെ ആസ്വാദനത്തിന് വേണ്ടി, സുഖം, സൗകര്യം, എളുപ്പം എന്നിവയ്ക്ക് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളിലും ചില നിയന്ത്രണങ്ങളും ചില മാനങ്ങളും പ്രകൃതിയോട് ഒപ്പിച്ചു പോകുന്ന തരത്തിൽ വെക്കേണ്ടതാണെന്നും അത്തരം ഈടുവെപ്പുകൾ സൂക്ഷിക്കാതിരുന്നാൽ അത് നമ്മുടെ തന്നെ പരിസ്ഥിതിയെയും മനുഷ്യൻ്റെ ആരോഗ്യത്തെയും ഒപ്പം മറ്റ് ജീവജാലങ്ങളുടെ ആരോഗ്യത്തെയും ബാധിക്കുമെന്നുള്ള തിരിച്ചറിവാണ് വാസ്തവത്തിൽ ഈ കൂട്ടായ്മയുടെ അന്തസത്ത. ഇതിൻ്റെ 32ാം വാർഷികം ഇവിടെ നടക്കുമ്പോൾ ഇതിന് എത്തിച്ചേർന്ന മുഴുവൻ മനുഷ്യരെയും വളരെ സ്നേഹത്തോടുകൂടി ഇടപ്പാളയത്തിലേക്ക്, രാജവാഴ്ചയുടെ ഓർമ്മകൾ ഉണർത്തുന്ന ഇടപ്പാളയത്തിലേക്ക് വളരെ സ്നേഹപൂർവ്വം ആദ്യം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഈ യോഗം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട MLA ആയിട്ടുള്ള ശ്രീ ഡോക്ടർ KT ജലീൽ അവർകളാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. വളരെ തിരക്കുകളിടയ്ക്കും നമ്മുടെ ഈ പരിപാടിക്ക് സഹകരിക്കാമെന്ന് വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞ് സമയത്ത് ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി കേരള ജൈവകൃഷി സമിതി ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷം വഹിക്കുന്നത് ഈ എടപ്പാൾ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് കൂടിയായുള്ള ശ്രീ പ്രഭാകരേട്ടനാണ്. അദ്ദേഹത്തെയും വളരെ ആദരവോടുകൂടി ഈ വേദിയിലേക്ക് സഹർഷം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജ്ഞാനങ്ങൾ ഉണ്ടാകുന്നത് വിജ്ഞാനങ്ങളിൽ നിന്നാണ്. വിജ്ഞാനത്തിനൊന്ന് മുറിച്ചു കഴിഞ്ഞാൽ വിത്തിൻ്റെ ജ്ഞാനം, വിത്ത് പ്ലസ് ജ്ഞാനം സമം വിജ്ഞാനം. നമ്മളെക്കുറിച്ചുള്ള അറിവ് തന്നെയാണ് വിജ്ഞാനം. അത്തരം അറിവിൻ്റെ ബോധങ്ങളിൽ കൃഷിയിൽ നമുക്ക് ലഭിച്ചതായിരുന്നു പൊന്നു മനുഷ്യരെ നാട്ടുവിത്തുകൾ. ഈ നാട്ടിൽ കാലാതിവർത്തിയായി എത്രയോ നൂറ്റാണ്ടുകളിലൂടെ എത്രയോ കാലാവസ്ഥാ ഭേദങ്ങൾ കടന്നു കയറിയ ഇത്തരം വിത്തുകൾ ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാലത്ത് പോലും ഒരു പരിധിവരെ മറ്റ് സങ്കരണ വിത്തുകളേക്കാൾ വളരെ കൂടുതൽ പിടിച്ചു നിൽക്കുന്നു. മാത്രമല്ല ഭക്ഷണമൂല്യം, കൃഷിയിലുള്ള ആയാസം തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ കൊണ്ട് അടയാളപ്പെടുന്നു നമ്മുടെ നാട്ടുവിത്തുകൾ. അത്തരം നാട്ടുവിത്തുകളുടെ സംരക്ഷണത്തിന് വേണ്ടി സ്വന്തം ജീവിതം അർപ്പിച്ച മഹാമനുഷ്യൻ, നമുക്ക് അദ്ദേഹത്തിനൊരു പത്മശ്രീ കിട്ടി എന്നുള്ളത് ഈ ഒരു പക്ഷേ ഈ
മണ്ണിൽ പണിയെടുക്കുന്നവർക്കും ഇത്തരം മനുഷ്യർക്കും കിട്ടുന്ന ഈ രാജ്യം നൽകിയ പരമ പുരസ്കാരമായി കാണുന്നു. എല്ലാ മനസ്സോടും കൂടി ഇവിടെ എത്തിച്ചേർന്ന് വരാൻ പോകുന്ന വിത്ത് സംരക്ഷകൻ, മലയാളത്തിൻ്റെ വിത്തച്ഛൻ ശ്രീ ചെറുവയൽ രാമേട്ടനെ ഈ വേദിയിലേക്ക് അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ ഈ പരിപാടിയുടെ മുഖ്യ സാരഥി, മെയിൻ പില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ പരിപാടി എടപ്പാളിൽ വെറും 20 ദിവസം കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഖ്യമായ ക്രെഡിറ്റ് പോകുന്നത് ശ്രീ അടാട്ട് വാസുദേവനാണ്. അദ്ദേഹത്തിന് ഇതിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് കൊണ്ട് A to Z കാര്യങ്ങളിൽ നടത്തിയിട്ടുള്ള വളരെ വിചക്ഷണപരമായിട്ടുള്ള ഇടപെടലാണ് വാസ്തവത്തിൽ ഇത്രയും 20 ദിവസം കൊണ്ട് ഈ സമ്മേളനം ഇവിടെ ഇങ്ങനെയൊക്കെ. എൻ്റെ സഹോദര തുല്യം കൂടിയായ അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി സതീഷ് കുമാർ ആലപ്പുഴ ജില്ലയിൽ നിന്നാണ്. അദ്ദേഹം ഇന്നലെ തന്നെ രാവിലെ ഇവിടെ എത്തി ഈ പരിപാടികൾക്കൊക്കെ നേതൃത്വം നൽകുന്നുണ്ട്. അദ്ദേഹത്തെയും എടപ്പാളയത്തിൻ്റെ മണ്ണിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ സംഘടനയുടെ ആദ്യകാല പ്രസിഡൻറ്റിൽ ഒരാളും ഇപ്പോൾ ഒരേ ഭൂമി ഒരേ ജീവൻ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ഇതോടൊപ്പം ഉണ്ട്. മനുഷ്യനും ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ജീവൻ്റെ തുടിപ്പൊന്നാണെന്നും അത്തരം തുടിപ്പുകളെ നിലനിർത്തലാണ് നമ്മുടെയൊക്കെ കടമയെന്നും മനനം ചെയ്യുന്ന മനുഷ്യന് അത് ചെയ്യാനാണ് അവൻ്റെ പ്രമുഖമായ ചിന്തകളിൽ സ്ഥാനം കൊടുക്കേണ്ടതൊക്കെ തിരിച്ചറിഞ്ഞ ഒരേ ഭൂമി ഒരേ ജീവൻ എന്ന് പറഞ്ഞ ഒരു മാസിക ഇപ്പോഴും 32 കൊല്ലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പരിസ്ഥിതിയും ജൈവകൃഷിയും ആരോഗ്യവും, ഈ 3 കാര്യങ്ങളെക്കുറിച്ച് ആ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീ ഖദീജ നഗീസ് ടീച്ചർ ഈ വേദിയിൽ ആശംസ അർപ്പിക്കുന്നു. അവരെ സ്നേഹാർത്ഥത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ അംഗം നമ്മുടെ ഈ വേദിയുടെ അടുത്ത് തന്നെ താമസിക്കുന്ന ആളുമായിട്ടുള്ള ഇവിടുത്തെ ഏറ്റവും ജനകീയനായ ഇവിടുത്തെ പ്രാദേശിക ഭരണകൂടത്തിൻ്റെ സാരഥി മെമ്പറുമായ TV പ്രകാശൻ അവരുടെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ അധ്യാപകനാണെങ്കിലും വളരെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സമഗ്രമായി പഠിക്കുകയും ഇപ്പോൾ ഒരു PhD വരെ അദ്ദേഹം നേടിയിട്ടുണ്ട്. പല കാര്യങ്ങളിലും വളരെ സൂക്ഷ്മമായി അഭിപ്രായം പറയാൻ കഴിയുന്ന അദ്ദേഹമാണ് അതിൻ്റെ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ. അധ്യാപകനായ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി അരിയാനന്ദ കുമാർ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ സ്ഥാപനത്തിൻ്റെ മേധാവി, അവരാണ് നമുക്ക് ഈ വിദ്യാലയം 2 ദിവസത്തെ പരിപാടിക്ക് അനുവദിച്ചു തന്നത്. വളരെ കടപ്പാടുണ്ട് അവരോട്. 2012 ഇതിൻ്റെ 20ാം സമ്മേളനം നടന്ന ഇതേ വേദിയിൽ തന്നെയാണ് വീണ്ടും നമ്മൾ ഒത്തുചേരുന്നത്. അപ്പോൾ അതിനൊക്കെ സഹായങ്ങൾ ചെയ്തു തന്ന ഈ സ്ഥാപനത്തിൻ്റെ മേധാവിയായ IV ടീച്ചറെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. പിന്നെ നമ്മുടെ കൃഷി വകുപ്പാണ് കൃഷിയുടെ എല്ലാം. അപ്പോൾ നമ്മൾ എല്ലാം കൂടി ചേരുമ്പോൾ സമഗ്രത വരെയാണ്. അങ്ങനെയാണ്, പ്രകൃതിയിലും അങ്ങനെയാണ്. അത്തരം സമഗ്രത ഉണ്ടാവാൻ ഡിപ്പാർട്ട്മെൻറ്റും ഇത്തരം ചിന്തയുള്ള മുഴുവൻ മനുഷ്യരും കൂടി ഒരു ജൈവ ലോകത്തിൻ്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ എല്ലാവരുടെയും കൂടി ബന്ധങ്ങളെ ഉപയോഗപ്പെടുത്തുക. അങ്ങനെ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കൂടി എല്ലാ സഹകരണമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ADA PV വിജീഷ് അവർകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ നമ്മുടെ കൃഷി ഓഫീസർ, എടപ്പാൾ കൃഷി ഓഫീസർ സുരേന്ദ്ര സാർ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ സംഘടനയുടെ പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ്, ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥനുമായ എഞ്ചിനീയറുമായ ഇതിന് മുന്നിലും പിന്നിലും ഓടി നടന്ന് സദാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ വേലായുധൻ അവർകളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഈ ജില്ലയുടെ സെക്രട്ടറി പ്രൊഫസർ ഹാറൂൺ സാറെ പറ്റി പറയുമ്പോൾ ഒരു വാക്കുകൂടി പറയാഞ്ഞാൽ അത് കുറവായിരിക്കും. PSMO കോളേജിലെ പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്ത ശേഷം കണ്ടം വാങ്ങി നെൽകൃഷി ചെയ്യുന്ന മനുഷ്യൻ. അദ്ദേഹം ഇവിടുത്തെ ഭക്ഷണത്തിനുള്ള അരി തന്ന മനുഷ്യനാണ്. ഒരു പ്രൊഫസർ ഈ റിട്ടയർ ചെയ്ത ശേഷം പാടം വാങ്ങി കൃഷി ചെയ്യും, അതിൽ നെല്ല് വിളയിച്ച് സമ്മേളനത്തിന് തരികയൊക്കെ ചെയ്യുക പറഞ്ഞാൽ അത് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. അദ്ദേഹമാണ് ഈ വേദിക്ക് നന്ദി അർപ്പിക്കുന്നത്. നമ്മുടെ ജില്ലാ സെക്രട്ടറി കൂടിയായ അദ്ദേഹത്തെ പ്രൊഫസർ ഹാറൂൺ സാറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സമിതിയുടെ പ്രവർത്തകർ ഒട്ടനവധി ആളുകളുണ്ട് ഇവിടെ. മാത്രമല്ല നമ്മളോട് ചേർന്ന് നിൽക്കുന്ന മുഴുവൻ മനുഷ്യരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി എത്താനിരിക്കുന്ന മനുഷ്യരെയും എത്തിയിട്ടുള്ള ഈ സ്റ്റാളുകളെത്തിയിട്ടുള്ള ആ സ്റ്റാളിൻ്റെ പ്രവർത്തകരെയും ഭക്ഷണം എല്ലാ കാര്യങ്ങളിലും ഒരു ജൈവതയാണ് നമ്മൾ ഇവിടെ. എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് കൂടുതൽ പറയേണ്ട, അതിലൊരു റൗണ്ടിൽ നടന്നു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു എന്താ പറയുക, വേസ്റ്റ് ഇല്ലാത്തൊരു ലോകമാണ് നമ്മുടെ പരിപാടികളൊക്കെ. ഇങ്ങനെയാണ്
നിങ്ങൾ ഈ ചുറ്റുവട്ടത്തിൽ നോക്കിയാൽ ഒന്നും ഇല്ല. ഇവിടെ വിളമ്പുന്നത് പ്ലേറ്റിലാണ്, വെള്ളം കുടിക്കുന്നത് ഗ്ലാസ്സിലാണ്, കുരുത്തോലയേ ഉള്ളൂ, പ്ലാസ്റ്റിക് ഇല്ല. സങ്കടങ്ങൾ പലതുമുണ്ട്. കാരണം 18 കടയിൽ കയറിയിട്ട് ഒരു ചാക്കുനൂല് കിട്ടാത്ത ഡപ്പാൾ സുങ്കമാണ്. അവസാനം തുണിയുടെ ത്രെഡ് മേടിച്ചിട്ട് ഞങ്ങൾ കുരുത്തോല കിട്ടി. അതാണ് ലോകം. ആ ലോകത്തിൽ സർവൈവ് ചെയ്യാനുള്ളൊരു ശ്രമമാണ്. അതിന് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾ ഉണ്ടാകണമെന്നും ഇവിടെ എത്തിച്ചേർന്ന ഇനി വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരെയും സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷനായി നമ്മുടെ വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ ഏട്ടൻ അവർകളെ സ്നേഹത്തോടു കൂടി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ബഹുമാനപ്പെട്ട തവനൂർ മണ്ഡലം MLA ഡോക്ടർ KT ജലീൽ അവർകളെ, ഇവിടെ സ്വാഗതം ആശംസിച്ച കേരള ജൈവ കർഷക സമിതിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ മാസ്റ്റർ, ഈ സമ്മേളനത്തിൻ്റെ സ്വാഗതസംഘം ചെയർമാൻ ശ്രീ അടാട്ട് വാസുദേവൻ അവർ, കേരള ജൈവ കർഷക സമിതിയുടെ പ്രസിഡന്റ് ശ്രീ VA ദിനേശൻ, കേരള ജൈവ കർഷക സമിതിയുടെ സെക്രട്ടറി ശ്രീ B സതീഷ് കുമാർ അടക്കമുള്ള വേദിയിലെ പ്രിയമുള്ള സദസ്സിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള പ്രകൃതിയെയും മനുഷ്യനെയും സ്നേഹിക്കുന്ന പ്രിയമുള്ളവരെ, ഇവിടെ 2 ദിവസമായി നിങ്ങൾ ഒത്തുകൂടുമ്പോൾ തീർച്ചയായും നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ സഗൗരവം ചർച്ച ചെയ്തുകൊണ്ട് നാടിന് ഗുണകരമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ സ്വാഗതം പറഞ്ഞ ചന്ദ്രമാഷ് സൂചിപ്പിച്ച പോലെ നമ്മുടെ മണ്ണും നമ്മുടെ വായുവും നമ്മുടെ വെള്ളവും നമ്മുടെ ഭക്ഷണവും എല്ലാം തന്നെ വിഷലിപ്തമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും എല്ലാം തന്നെ ആശുപത്രികൾ കൂനുപോലെ മുളച്ചു പൊന്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഏത് ഗ്രാമീണ മേഖലയിലും ഡോക്ടർമാരുടെ വസതിയിൽ നീണ്ട ക്യൂ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അലോപ്പതി മാത്രമല്ല ആയുർവേദമായാലും യുനാനി ആയാലും മറ്റ് ചികിത്സകളായാലും മറ്റ് നാട്ടുവൈദ്യങ്ങളായാലും എല്ലാം തന്നെ വളരെയധികം പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ കൂടുതൽ അവൻ്റെ സമ്പാദ്യം മുഴുവൻ ചികിത്സിക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എങ്ങനെ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കണം, എങ്ങനെ രോഗമുക്തമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കണം എന്നത് ഗൗരവമായി ചിന്തിച്ചുകൊണ്ട് ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കേരള ജൈവ കർഷക സമിതി എന്ന് മനസ്സിലാക്കുന്നു. ജൈവ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഭാഗത്ത് അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തുന്ന വിധത്തിൽ തന്നെ നമ്മുടെ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭക്ഷ്യവിപ്ലവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെതിരെയുള്ളൊരു പ്രചരണവും നന്നായി നടക്കുന്നുണ്ട് എന്നുള്ളതും ഇന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ജീവിക്കാൻ ആവശ്യമായ ഭക്ഷ്യധാന്യം നമുക്ക് സുലഭമായി വേണം. ജീവിത ചെലവ് കണക്കിലെടുക്കുമ്പോൾ അതിന് അനുയോജ്യമായ രൂപത്തിൽ തന്നെ ഭക്ഷ്യധാന്യങ്ങൾ കിട്ടുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവണം. അപ്പോൾ ചെലവ് കുറഞ്ഞ ഉൽപ്പാദന സംവിധാനങ്ങൾ വരണം. എന്നാൽ ആരോഗ്യത്തെ ബാധിക്കാതിരിക്കാനും നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് രണ്ടും പാടെ ഈ വിമർശകരുടെ വാദങ്ങളും നമ്മുടെ ജൈവ കർഷകരുടെ വാദങ്ങളും സംയോജിപ്പിച്ചുകൊണ്ട് എങ്ങനെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് ആരോഗ്യമുള്ളൊരു സമൂഹത്തെ എങ്ങനെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. ജൈവ കർഷകൻ നഷ്ടത്തിലാണ്, വെറൊരു സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് കൃഷി ചെയ്യുന്നത് എന്നുള്ളൊരു വാദത്തിലേക്കും വരുന്നുണ്ട്. അങ്ങനെ നഷ്ടമില്ലാതെ സംതൃപ്തി മാത്രമായതുകൊണ്ട് ഒരു കർഷകന് നിലനിൽക്കാൻ കഴിയില്ല. നഷ്ടമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെ എന്നുള്ളതും ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം തന്നെ നിങ്ങളുടെ സമ്മേളനത്തിൽ ഗൗരവം ഉയർന്നു വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, ഒരു പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ഈ ആശയവുമായി നിങ്ങളുടെ ക്യാമ്പയിനുമായി ഒത്തുപോകുന്ന വിധത്തിലുള്ള പദ്ധതികൾക്ക്
ഞങ്ങളും ചിലതൊക്കെ രൂപം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രോഗമുക്ത ഭവനം എന്ന ക്യാമ്പയിന് എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് രൂപം കൊടുത്തു കഴിഞ്ഞു. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞു. 19 വാർഡിലും 19 ഇനം പച്ചക്കറികൾ ജൈവ രീതിയിൽ തന്നെ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തു. കഴിഞ്ഞ ദിവസം 11-ാം തീയതി ഇന്നലെ ഭരണസമിതിയുടെ യോഗത്തിൽ 19 മെമ്പർമാരും നറുക്കെട്ടെടുത്തു അവരുടെ വാർഡിൽ ഏതിന് പ്രാധാന്യം കൊടുക്കണമെന്ന്. എൻ്റെ വാർഡിൽ ചുവന്ന ചീരയ്ക്കുള്ള നറുക്കാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എൻ്റെ വാർഡിൽ എല്ലാ വീടുകളിലും അതിനുവേണ്ടി കൃഷിക്കൂട്ടങ്ങളുടെ യോഗം, കുടുംബശ്രീ പ്രവർത്തകരുടെയൊക്കെ യോഗം വിപുലമായി വിളിച്ചുകൊണ്ട് എല്ലാ വീടുകളിലും ചുവന്ന ചീര കൃഷി ചെയ്യും. തൊട്ടടുത്തുള്ള പ്രകാശിൻ്റെ വാർഡിൽ വെണ്ടയാണ് കിട്ടിയത്, വെണ്ട കൃഷി ചെയ്യും. അങ്ങനെ 19 വാർഡിലും 19 ഇനം കൃഷി ചെയ്തുകൊണ്ട് അതിന് പരമാവധി പ്രോത്സാഹനം കൊടുക്കുകയും അവരുടെ വീട്ടാവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വിപണനം നടത്താനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിക്ക് എടപ്പാൾ പഞ്ചായത്ത് തുടക്കം കുറിച്ചു. അതൊക്കെ ഈ ഒരു ക്യാമ്പയിൻ്റെയും കൂടിയും ഭാഗമായിക്കൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ ആശയത്തോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഞങ്ങളും ഒപ്പമുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ നമ്മുടെ MLAക്ക് ഇനി ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കാനുണ്ട്. ആയതുകൊണ്ട് കൂടുതൽ നീട്ടി പോകുന്നില്ല. എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമ്മേളനം, നിങ്ങളുടെ 2 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൻ്റെ പ്രാരംഭം കുറിക്കുന്ന ഈ പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രിയങ്കരനായ ഡോക്ടർ KT ജലീൽ അവர்களോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. 32ാമത് കേരള ജൈവ കർഷക സമിതിയുടെ സംസ്ഥാന സമ്മേളനം 2 ദിവസങ്ങളിലായി നടക്കുകയാണ്. അതിൻ്റെ പ്രചരണാർത്ഥം നടത്തപ്പെടുന്ന വൈവിധ്യങ്ങളാർന്ന പരിപാടികളും സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന എടപ്പാൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷൻ ശ്രീ K. പ്രഭാകരൻ അവറുകളെ, ജൈവ കൃഷിയുടെ വലിയ പ്രചാരകനായിട്ടുള്ള ഈ സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ ശ്രീ K. ചന്ദ്രൻ മാസ്റ്റർ, അദ്ദേഹത്തെപ്പോലെ തന്നെ ഇത്തരം സംരംഭങ്ങളുടെയൊക്കെ മുന്നിൽ എന്നും കാണാൻ സാധിക്കുന്ന പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ അടാട്ട് വാസുദേവൻ, കേരള ജൈവ കർഷക സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി B. സതീഷ് കുമാർ, സാമൂഹ്യ പ്രവർത്തകയും ഇത്തരം സംരംഭങ്ങളുടെ വലിയ പ്രചാരകയുമായിട്ടുള്ള ശ്രീമതി ഖദീജ നർഗീസ്, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ TV പ്രകാശൻ, പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ ഹരിയ നന്ദകുമാർ, ശ്രീമതി PIV ടീച്ചർ, പ്രിൻസിപ്പൽ വള്ളത്തോൾ കോളേജ്, എടപ്പാൾ കൃഷി ഓഫീസർ MP സുരേന്ദ്രൻ, ജൈവ കർഷക സമിതിയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ശ്രീ OP വേലായുധൻ, കർഷക സമിതിയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി, എൻ്റെ അധ്യാപകനും പിന്നീട് എൻ്റെ സഹപ്രവർത്തകനുമായ മാത്തമാറ്റിക്സ് പ്രൊഫസർ ശ്രീ M. ഹാറൂൺ സാർ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നത്. പത്മശ്രീ ചെറുവയൽ രാമൻ അവറുകൾ മുഖ്യപ്രഭാഷകനായി നമ്മളുടെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. അദ്ദേഹം ഏതാനും സമയത്തിനകം
ഇവിടെ എത്തിച്ചേരും. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആത്മബന്ധം വളർത്തുക എന്നുള്ളതാണ് ഈ ജൈവ കർഷക സമിതിയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. പ്രകൃതിയും മനുഷ്യനും തമ്മിൽ ഉണ്ടാകേണ്ട ബന്ധം ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാണ്. ദൗർഭാഗ്യവശാൽ ഇന്ന് നിലനിൽക്കുന്നത് ഒരു പരപുരുഷനും ഒരു പരസ്ത്രീയും തമ്മിലുള്ള ബന്ധമാണ്. അത്തരം ഒരു കപടമായ ബന്ധത്തിൽ നിന്ന് നിഷ്കപടമായ ബന്ധത്തിലേക്ക് മനുഷ്യനെയും പ്രകൃതിയെയും എത്തിക്കുക എന്നുള്ളതാണ് പ്രകൃതിയുമായി ബന്ധപ്പെട്ട, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട എല്ലാ സംഘടനകളുടെയും ഉദ്ദേശം. ലോകത്തിൻ്റെ അവസാനം വരെ, ഈ ലോകത്തിനൊരു അവസാനമുണ്ടാകും എന്നുള്ളത് ശാസ്ത്രം അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. ലോകം എന്ന് അവസാനിക്കുന്നുവോ അതുവരെ മനുഷ്യകുലത്തിന്, ജീവജാലങ്ങൾക്ക് ഈ ഭൂമുഖത്ത് നിലനിൽക്കണം. അതിനാവശ്യമായ എല്ലാം പ്രകൃതിയിൽ സംവിധാനിക്കപ്പെട്ടിട്ടുണ്ട്. 10 തലമുറകൾ കഴിഞ്ഞ് ഉപയോഗിക്കേണ്ട സാധനം നമ്മൾ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ദുരന്തം അനുഭവിക്കേണ്ടി വരുന്നത് നമ്മളുടെ പിൻതലമുറയാകും. ഒരു ചെങ്കല്ല് പ്രകൃതിയിൽ നിന്ന് നമ്മൾ വെട്ടിയെടുത്തു കഴിഞ്ഞാൽ സമാനമായ ഒരു ചെങ്കല്ല് പ്രകൃതിയിൽ രൂപപ്പെടാൻ ആയിരക്കണക്കിന് വർഷമെടുക്കും. അത്രയും വർഷങ്ങളുടെ ആയുസ് ഭൂമിക്കില്ല എന്നാണ് പറയുന്നത്. നമ്മൾ എത്ര ലാഘവത്തോടു കൂടിയാണ് ഒരു ചെങ്കല്ലിനെ കാണാറ്. ഒരു വീട് വെച്ച് 10-15 വർഷം കഴിയുമ്പോൾ അത് മുഴുവൻ ഇടിച്ച് പൊളിച്ച് പുതിയ വീട് പണിയുന്നു. നമുക്കതിനുള്ള കഴിവുണ്ട്, സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയുണ്ട്, ശേഷിയുണ്ട്. പക്ഷേ സമ്പത്തിൻ്റെ ആ ശേഷി ഉണ്ടാക്കുന്ന ഒരുതരം അഹങ്കാരം മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി മാറ്റിയിരിക്കുകയാണ്. പെട്രോള്, കുഴിച്ചെടുക്കപ്പെടുന്ന മറ്റെന്തോ, അതെല്ലാം ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് ഉപയോഗിക്കാൻ വേണ്ടി, ജീവജാലങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആ കാലം വരെ അത് ഉപയോഗിക്കാൻ നമ്മൾ വരും തലമുറക്ക് അവസരം നൽകണം. നമുക്കിത്ര ലാവിഷായി, നിർലോഭം പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കാൻ കഴിഞ്ഞത് നമ്മളുടെ പൂർവികർ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്തില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മളുടെ മുമ്പുള്ളവർ എങ്ങനെ നമുക്ക് പ്രകൃതിയെ ഏൽപ്പിച്ചുവോ അതുപോലെ സാരമായ പരിക്കുകളില്ലാതെ നമ്മളുടെ വരുന്ന തലമുറക്കും ഇത് ഏൽപ്പിക്കാൻ കഴിയണം. ബഹുമാന്യനായിട്ടുള്ള പത്മശ്രീ ചെറുവയൽ രാമൻ അവർകൾ ഇവിടെ വേദിയിൽ എത്തിക്കഴിഞ്ഞു. തൻ്റെ അനുഭവത്തിലൂടെ പ്രകൃതിയുടെ രഹസ്യങ്ങളെക്കുറിച്ച്, പ്രകൃതിയും മനുഷ്യനും ഉണ്ടാകേണ്ട ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്ത് വളരെ ധന്യമായ ജീവിതം നയിക്കുന്ന ഒരാളാണ് പത്മശ്രീ ചെറുവയൽ രാമൻ അവർകൾ. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രകൃതിയിലെ വിഭവങ്ങൾ മനുഷ്യന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പ്രകൃതിയും മനുഷ്യനും നല്ല ബന്ധത്തിലാവണമെന്ന് ആഗ്രഹിക്കുന്നവർ, ജൈവ കർഷകരെ പോലെയുള്ള ആളുകൾ പറയുന്നത്, വി ക്യാൻ ടേക്ക് ഫ്രം ദി നേച്ചർ വാട്ട് യു വാണ്ട്, വാട്ട് വി വാണ്ട്. നമുക്ക് ആവശ്യമുള്ളത് നമുക്ക്
പ്രകൃതിയിൽ നിന്ന് എടുക്കാം. എന്നാൽ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഒരു രാത്രി കൊണ്ട് തീർക്കേണ്ട ബന്ധമാണ്, അല്ലെങ്കിൽ ഒരാഴ്ചയിലെ രാത്രികൾ കൊണ്ട് തീർക്കേണ്ട ബന്ധമാണ് എന്ന് വിചാരിക്കുന്നവരും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം, അവർ സാധാരണ ഉപയോഗിക്കുന്ന വാക്ക് യു എക്സ്പ്ലോയിറ്റ് ദി നാച്ചുറൽ റിസോഴ്സസ് എന്നാണ്. എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദി നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണം. സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്ന കുട്ടികൾക്കറിയാം, അതിൽ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന വാക്കാണ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദി നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണം. പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുകയല്ല വേണ്ടത്, പ്രകൃതിയിൽ നിന്ന് മനുഷ്യന് ആവശ്യമുള്ളത് എടുക്കുകയാണ് വേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടായിരിക്കേണ്ട ബന്ധമാണ്, ആത്മബന്ധമാണ് പ്രകൃതിയും മനുഷ്യനും തമ്മിൽ ഉണ്ടാവേണ്ടത്. അത്തരം ഒരു ബന്ധം വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ തന്നെ ലക്ഷ്യം. ഈ പ്രകൃതിയുടെ നിലനിൽപ്പ് അതിന്മേലാണ്. ലോകാവസാനം വരെ വലിയ കുഴപ്പങ്ങളില്ലാതെ മനുഷ്യകുലത്തിന് ജീവിച്ചു പോകാൻ സാധിക്കണം. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഇടക്കിടക്ക് വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്? പ്രകൃതിക്ക് മേലുള്ള മനുഷ്യൻ്റെ കൈകടത്തൽ, കയ്യേറ്റം, അതിരുവിടുമ്പോൾ അതൊന്നിങ്ങനെ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം ലോകത്താകമാനം ആഗോള താപനം എന്ന് പറയുന്ന ഒരു പുതിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. കടുത്ത ചൂടാണ്. ഈ പ്രാവശ്യമൊക്കെ നമ്മൾ അനുഭവിച്ച ചൂടിന് വല്ല കയ്യും കണക്കുമുണ്ടോ? ഇങ്ങനെ പോയാൽ എങ്ങനെ നമ്മളുടെ ജീവിതം സ്വസ്ഥമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും? നിങ്ങൾ ഹോം അപ്ലയൻസസിൻ്റെ കടകളിൽ പോയിട്ട് ചോദിച്ചു നോക്കൂ. സാധാരണക്കാരായ ആളുകൾ പോലും അവരുടെ വീട്ടിൽ ഒരു AC വെക്കാത്തതായിട്ടില്ല. ഒരു ഘട്ടത്തിൽ AC ഇല്ലാത്ത അവസ്ഥ നമ്മളുടെ പട്ടണങ്ങളിലെല്ലാം തന്നെ സംജാതമായി. അത്രക്ക് കടുത്ത ചൂടായിരുന്നു ഈ വർഷം ഉണ്ടായത്. എന്തും പ്രകൃതി വിഭവത്തിൻ്റെ ഒരു പ്രത്യേകത അത് ലിമിറ്റഡ് ആണ് എന്നുള്ളതാണ്. ഒരു തുള്ളി പെട്രോൾ നമ്മൾ ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുത്താൽ അതവിടെ റീപ്ലേസ് ചെയ്യപ്പെടുന്നില്ല. റീപ്ലേസ് ചെയ്യപ്പെടുന്ന പ്രകൃതി വിഭവങ്ങളും റീപ്ലേസ് ചെയ്യപ്പെടാത്ത പ്രകൃതി വിഭവങ്ങളുമുണ്ട്. രണ്ട് തരം പ്രകൃതി വിഭവങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ എടുത്താലും അത് വീണ്ടും വീണ്ടും പ്രകൃതിയിൽ നിക്ഷേപിക്കപ്പെടുന്ന പ്രകൃതി വിഭവങ്ങൾ. എന്നാൽ നമ്മൾ ഒരു പ്രകൃതി വിഭവം എടുത്തു കഴിഞ്ഞാൽ അത് ഭൂമിയിൽ പിന്നെ റീപ്ലേസ് ചെയ്യപ്പെടുന്നില്ല, അതിന് പകരം വെക്കപ്പെടുന്നില്ല. പകരം വെക്കപ്പെടാത്ത പ്രകൃതി വിഭവമാണ് പെട്രോളിയം, കൽക്കരി. ഇതൊക്കെ റീപ്ലേസ് ചെയ്യപ്പെടാത്ത, പകരം വെക്കപ്പെടാത്ത പ്രകൃതി വിഭവങ്ങളാണ്. 1 ലിറ്റർ പെട്രോൾ നമ്മൾ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്ത് കഴിഞ്ഞാൽ അതെന്നേക്കുമായി കുഴിച്ചെടുക്കുകയാണ്. ആ 1 ലിറ്റർ പെട്രോളിന് പകരം ഭൂമിക്കടിയിൽ മറ്റൊന്ന്, ഒരു തുള്ളി പെട്രോൾ പോലും പിന്നീട് നിക്ഷേപിക്കപ്പെടുന്നില്ല. ക്രൂഡ് ഓയിൽ ഇത് നിക്ഷേപിക്കപ്പെടുന്നില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഒരു ചെങ്കല്ല് നമ്മൾ വെട്ടിയെടുത്തു കഴിഞ്ഞാൽ സമാനമായ ഒരു ചെങ്കല്ല് രൂപപ്പെടാൻ ആയിരക്കണക്കിന് വർഷങ്ങളാണ് പിന്നീട് എടുക്കുക. അത്രയും വർഷങ്ങളുടെ ആയുസ് ഭൂമിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ വരാൻ പോകുന്ന തലമുറക്ക് കൂടി ഉപയോഗിക്കുവാനുള്ളതാണ് നമ്മൾ ശാസ്ത്ര സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെ മികവിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്.
യഥേഷ്ടം നമ്മൾ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടെക്നോളജിയെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണത്തിന് വേണ്ടിയാണ്. പുരോഗതി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി വിഭവങ്ങൾ എത്ര കണ്ട് ചൂഷണം ചെയ്യപ്പെടുന്നു എന്നതിൻ്റെ അനുപാതത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഫോറസ്റ്റിൻ്റെ ഏരിയ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ആഗോളതാപനത്തിന് ഇടവരുത്തും. ചെടിയില്ലെങ്കിൽ, സസ്യങ്ങളില്ലെങ്കിൽ, സസ്യങ്ങളുടെ പച്ചപ്പില്ലെങ്കിൽ മനുഷ്യന് ശ്വസിക്കാൻ ആവശ്യത്തിന് വായു ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകും. ഈ ഭൂമി ഇല്ലാതായാൽ മറ്റൊരു വാസസ്ഥലത്തെ സംബന്ധിച്ചാണ് മനുഷ്യൻ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. ചൊവ്വയിൽ മനുഷ്യവാസം യോഗ്യമാകുമോ എന്നതിനെ സംബന്ധിച്ച ഗവേഷണ നിരീക്ഷണങ്ങൾ നടന്നു വരികയാണ്. നമ്മളുടെ പിൻതലമുറക്ക് അനുഭവിക്കുവാൻ ഇതെല്ലാം നമുക്ക് വിട്ടേച്ചു കൊടുക്കേണ്ടതുണ്ട്. ഒന്നിന് പകരമായിട്ടുള്ള സംവിധാനം എപ്പോഴാണ് നമ്മളുടെ ലോകത്ത് രൂപപ്പെടുന്നത്? ഒന്നില്ലാതാകുമ്പോഴാണ് അതിൻ്റെ ബദൽ സംവിധാനത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയും ശാസ്ത്രജ്ഞന്മാർ അതിന് ഓൾട്ടർനേറ്റീവ്സ് മുന്നോട്ട് വെക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ രംഗത്ത് കല്ലില്ലാതെ, ചെങ്കല്ലില്ലാതെ നമുക്ക് വീട് പണിയാം എന്ന് ഇപ്പോൾ എല്ലാവരും കണ്ടെത്തിയിരിക്കുന്നു. പ്രീ ഫാബ്രിക് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല ഉറപ്പുള്ള വീടുകൾ പണിയാം. ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും അത്തരം സംവിധാനങ്ങളാണ് ഇപ്പോൾ വീട് നിർമ്മാണത്തിന് ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സംവിധാനത്തെക്കുറിച്ച് ഒരു 10-25 കൊല്ലം മുമ്പ്, 19 കൊല്ലം മുമ്പ് നമുക്ക് ഈ ശാസ്ത്രജ്ഞന്മാർ അറിവ് നൽകിയിരുന്നു എങ്കിൽ, ഇത്തരം ഒന്നിനെ പരിചയപ്പെടുത്തിയിരുന്നു എങ്കിൽ നമുക്കൊരിക്കലും ഇത്രമേൽ ചെങ്കല്ലുകൾ നമ്മളുടെ നാട്ടിൽ നിന്ന് വെട്ടിയെടുക്കേണ്ടി വരുമായിരുന്നില്ല. മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ ചെങ്കല്ല് കിട്ടാനില്ല. ഇപ്പോൾ നമ്മളുടെ ജില്ലയിലേക്ക് ചെങ്കല്ല് കൊണ്ടുവരുന്നത് കണ്ണൂരിൽ നിന്നാണ്. 60 രൂപയാണ് ഒരു ചെങ്കല്ലിനിപ്പോൾ. 8 രൂപക്ക് കിട്ടിയിരുന്ന ചെങ്കല്ലാണ്. അപ്പൊ ഈ 8 രൂപക്ക് ചെങ്കല്ല് കിട്ടും എന്ന് വന്നപ്പോൾ, അല്ലെങ്കിൽ 6 രൂപക്ക് കിട്ടും, 4 രൂപക്ക് കിട്ടും എന്ന് വന്നപ്പോൾ നമ്മളത് മാക്സിമം അതിൻ്റെ ഒരു കല്ല് പോലും എടുക്കാനാകാത്ത വിധം കാലിയാക്കി. ഇതാണ് മനുഷ്യൻ്റെ ഒരു ചൂഷണ മനോഭാവത്തിൻ്റെ മകുടോദാഹരണം എന്ന് പറയുന്നത്. നനഞ്ഞിടത്ത് കുഴിക്കുക എന്ന് പറയാറില്ലേ? ആ സമീപനമാണ് പ്രകൃതിയോട് മനുഷ്യൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രകൃതിയോട് ചെയ്യുന്ന ഓരോ കയ്യേറ്റത്തിനും പ്രകൃതി ചിലപ്പോൾ പ്രതികരിക്കും. ആ പ്രതികരണമാണ് പ്രകൃതി ദുരന്തങ്ങളായിട്ട് ലോകത്ത് രൂപപ്പെടുന്നത്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആത്മബന്ധം നിലനിർത്തിയാൽ അവർക്ക് പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും. ശാസ്ത്രം കൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ കഴിയില്ല. കമ്പ്യൂട്ടറിൽ നെല്ലുൽപ്പാദിപ്പിക്കുന്ന ഒരു കാലം വരും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നമ്മളുടെ സ്വീകരണ മുറിയിൽ നമുക്ക് നെല്ല് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്ന കമ്പ്യൂട്ടറിൽ നെല്ലുൽപ്പാദിപ്പിക്കാൻ വേണ്ടി കഴിയുമോ? നെല്ലുൽപ്പാദിപ്പിക്കണമെങ്കിൽ, ഭക്ഷ്യസാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ മനുഷ്യൻ മണ്ണിൽ പണിയെടുത്തേ പറ്റൂ. മണ്ണിൽ നിന്നാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്. അതിന് ശാസ്ത്ര സാങ്കേതികമായിട്ടുള്ള വൈദഗ്ധ്യങ്ങളും പുരോഗതിയും നമുക്ക് ഉപയോഗപ്പെടുത്താം. 10,000-കണക്കിന് ഏക്കർ സ്ഥലം അത് ശാസ്ത്ര സാങ്കേതിക മികവിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് കൃഷിയോഗ്യമാക്കാം. മനുഷ്യർ കൃഷി ചെയ്യുന്നതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ലക്ഷക്കണക്കിന് ഏക്കർ സ്ഥലം കൃഷി ചെയ്ത് വിളവെടുക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പം എല്ലാത്തിനും മെഷീനുകളാണ്. ആ ഒരു രൂപത്തിലേക്ക് വളർന്നിട്ടുണ്ട് കാര്യങ്ങൾ. എന്നാലും ലാഭകരമായി ഇതൊക്കെ ചെയ്യണമെങ്കിൽ, താങ്ങാവുന്ന വിലക്ക് നല്ല ഭക്ഷ്യവസ്തുക്കൾ കിട്ടണമെങ്കിൽ
മണ്ണിൻ്റെ ഫലഭൂവിഷ്ഠത അത് നിലനിർത്താൻ നമുക്കാവണം. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കടന്നു പോകുന്നില്ല. കാരണം ചെറുവയൽ രാമൻ അവറുകൾ മണ്ണിൻ്റെ ഫെർട്ടിലിറ്റിയെക്കുറിച്ച്, ഫലഭൂവിഷ്ഠതയെക്കുറിച്ച് അനുഭവസ്ഥനാണ്. ഞാൻ എക്കണോമിക്സിൽ ഡിഗ്രിക്ക് പഠിച്ചപ്പോഴാണ് 2 തവണ കൃഷി ചെയ്യുന്നത് 3 തവണ 4 തവണ കൃഷി ചെയ്താൽ എന്തുണ്ടാകും എന്നുള്ളതിനെ സംബന്ധിച്ച് പഠിച്ചത് ഭൂമിയുടെ അല്ലെങ്കിൽ മണ്ണിൻ്റെ ഫലഭൂവിഷ്ഠത കുറഞ്ഞു വരും എന്ന്. എത്ര കണ്ടാണ് നമ്മൾ കൃഷി കൂടുതലായി മണ്ണിൽ ചെയ്യുന്നത്, അത്ര കണ്ട് മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി, ഫലഭൂവിഷ്ഠത കുറഞ്ഞു വരും, ഉൽപാദനക്ഷമത കുറഞ്ഞു വരും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ ക്ലോസായി ലിങ്ക്ഡാണ്, ബന്ധപ്പെട്ടിരിക്കുന്നു. ആ നിലക്ക് പ്രകൃതിയെ മനസ്സിലാക്കുകയും പ്രകൃതിയോട് പെരുമാറുകയും ചെയ്യുന്ന ഒരു പുതിയ സംസ്കാരം വളർത്തിയെടുക്കാൻ തീർച്ചയായും കേരള ജൈവ കർഷക സമിതിയുടെ കൂട്ടായ്മകൾക്ക് കഴിയും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ ചടങ്ങിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ഇത്തരമൊരു പരിപാടി തൻ്റെ ജീവിതം കൊണ്ട് തന്നെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന ഇന്നത്തെ മുഖ്യാതിഥി പത്മശ്രീ ചെറുവയൽ രാമൻ അവറുകളാണ് നിർവഹിക്കേണ്ടത് എന്നുള്ള ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഭാഷണം ഞാൻ നടത്തിയതായി അറിയിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുവാൻ പത്മശ്രീ ചെറുവയൽ രാമൻ അവറുകളോട് അഭ്യർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ജൈവ കർഷക സമിതിയുടെ അംഗങ്ങളെ, അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെയും ബ്ലോക്കിൻ്റെയും ജില്ലയുടെയൊക്കെ ജനപ്രതിനിധി കാണും. അവർക്കൊക്കെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആളുകളെ അത് ഞാൻ പിന്നീട് പറയാം. എല്ലാവരുടെയും ഇപ്പം പ്രധാനപ്പെട്ട നമുക്ക് ML അദ്ദേഹം നിങ്ങളുടെ മുഖ്യ പ്രഭാഷണം അദ്ദേഹം കേട്ടു, സന്തോഷമുണ്ട്. അതിലുപരി ഞാൻ ഈ സമ്മേളനം, സംസ്ഥാന സമ്മേളനം ആദ്യമായിട്ടാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്.
എനിക്കിവിടെ വന്നപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമാണ് കാണുന്നത്. എൻ്റെ സന്തോഷത്തിന് ഇപ്പം അതിരുകളില്ല എന്ന് പറയേണ്ടി വരും. എൻ്റെ കാരണം എന്നറിയോ? ഞാൻ 1978 രാസവളവും കീടനാശിനിയും ഉപയോഗിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത് നിൽക്കുന്ന കാലഘട്ടം അവിടെ നിന്നിങ്ങോട്ട് തുടങ്ങിയ. പക്ഷേ ഇത് ഞാൻ പ്രചരിപ്പിച്ചിട്ടില്ല. കാരണം നമുക്കറിയാലോ, രാസവള കമ്പനിയും കീടനാശിനി കമ്പനികൾ മുഴുവനും അവരോട് എതിർത്ത് കഴിഞ്ഞാലുണ്ടാവുന്ന ഫലം എന്തായിരിക്കുമെന്ന് എല്ലാവർക്കും ഊഹിക്കാവുന്നതല്ലേ. അപ്പം അതുകൊണ്ട് ഞാനിതൊന്നും പുറത്താരോടും പറഞ്ഞില്ല. അങ്ങനെ ഒരു നീണ്ട വർഷം ഇപ്പോഴും ഞാൻ രാസവളങ്ങളോ കീടനാശിനിയൊന്നും ഉപയോഗിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരാളാണ്. കാരണം ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? എനിക്ക് സന്തോഷമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കൃഷിപാഠം ജൈവ കൃഷിയുമായി മുന്നോട്ട് പോകുന്ന ആ കാലഘട്ടത്തിൽ മുതൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എൻ്റെ പിന്നിൽ ആളുണ്ടാകുമോ, എന്നെ സഹായിക്കാൻ ആരെങ്കിലും കൂടെ വരുമോ? കാരണം എന്തുകൊണ്ട്? ഒട്ടനവധി ആളുകൾ എന്നെ വട്ടനെന്ന്, ഭ്രാന്തനെന്നും, ഇയാളെ കുതിരവട്ടം കൊണ്ടുവിടണം എന്നൊക്കെ പറഞ്ഞുള്ള ആളുകളാണ്. എന്തുകൊണ്ടെന്നറിയോ? ഞാനൊരു പാർട്ടി പ്രവർത്തകനായിരുന്നു, പഞ്ചായത്ത് മെമ്പറായിരുന്നു, ജില്ലാ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡും പ്രസിഡൻറ്റും ഒക്കെ ആയ ആളായി. അങ്ങനെ സാമൂഹ്യ രംഗങ്ങളിൽ മിന്നുക്കുടി പാറിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഞാൻ ഒരു വികസന വിരോധിയുടെ രൂപത്തിലേക്ക് നീങ്ങേണ്ടി വന്നില്ലേ? അപ്പോൾ പിന്നെ ഞാൻ ഭ്രാന്തനല്ലേ, വട്ടനാണ്. മാത്രമല്ല, വീട്ടിലെ മക്കളോടും ഭാര്യയോടും എല്ലാവരും തലാണ മന്ത്രം പോലെ ചൊല്ലാറുമുണ്ട്. എൻ്റെ അച്ഛൻ വട്ടനാണെന്നും എൻ്റെ മോനാണെങ്കിൽ വലിയ പാർട്ടിക്കാരനും. ഇങ്ങനെയൊക്കെ വീട്ടിലെയും കുടുംബത്തെയും വേദനിപ്പിച്ചിട്ടുള്ള സംഭവങ്ങൾ ഒത്തിരിയുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ കാണുമ്പോൾ ഇന്നെനിക്ക് ഇഷ്ടം പോലെ, സാധാരണ നമ്മളൊരു നേതാവ് മുന്നിൽ നടക്കുമ്പോൾ അണികൾ പറയാറുണ്ട്, ലക്ഷം ലക്ഷം പിന്നാലെ, അല്ലേ? അത് നമുക്കിന്ന് ലക്ഷം ലക്ഷം പിന്നാലെ ആക്കി കൂട്ടിരിക്കുകയാണ് എൻ്റെ സുഹൃത്തായ ഇല്യാസ്. കാരണം ഇല്യാസിനറിയാം, എൻ്റെ എല്ലാ രഹസ്യങ്ങളും ഇല്യാസിനറിയാവുന്നതാണ്. കാരണം അവൻ ബാലപാഠം തുടങ്ങുന്നത് എന്നിൽ നിന്നാണ്. എൻ്റെ വീട്, എൻ്റെ കൃഷിയിടം, ഇതിൻ്റെ ദൃക്സാക്ഷികളായ ആളുകൾ ഒന്ന് ഇല്യാസ്, അതുപോലെ തന്നെ തണലിൻ്റെ ജയകുമാർ, ശ്രീധർ, പിന്നൊരു ഉഷ, ഇവരൊക്കെയാണ്. അവരൊക്കെയാണ് എൻ്റെ തുടക്കക്കാരൻ എന്ന് പറയേണ്ടിയും വരും. അങ്ങനെയാണ് ഞാൻ ഈ ജൈവ കൃഷിയിലേക്ക് പോകുന്നത്. ഇപ്പം 100% നിങ്ങൾ വിശ്വസിക്കുന്ന വീട് കണ്ടാൽ അറിയാം. ഇപ്പോഴും വൈക്കോൽ മേഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ആ വീഡിയോയിലൊക്കെ കാണാം, നെറ്റിലൊക്കെ കാണാം. മാത്രമല്ല, മരങ്ങൾ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വിലപിടിപ്പുള്ള മരങ്ങളും തിങ്ങി നിറഞ്ഞ മരങ്ങൾ. അത് വീട്ടിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതോ ഒരു ഫോറസ്റ്റിൻ്റെ പ്രീതിയാണ് അവിടെ ഉണ്ടാവുക. അങ്ങനെയുള്ള മരങ്ങൾ. തീർന്നില്ല വിഷയം. നിങ്ങൾ വെള്ളം ഭൂഗർഭ ജലം ഊറ്റുമ്പോൾ ഞാൻ ഭൂഗർഭ ജലം താഴോട്ട് ഇറക്കുന്നു. കാരണം എന്താണെന്നറിയോ? 15 വർഷമായി എൻ്റെ 3 ഏക്കർ പറമ്പിൽ പെയ്യുന്ന മഴവെള്ളം ഒരു തുള്ളി പോലും പുറത്തേക്ക് വിടാറില്ല. നമ്മളെല്ലാവരും പറയുന്നുണ്ടല്ലോ, നമ്മളെ കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും പറയുന്നുണ്ടല്ലോ, കേരളത്തിൻ്റെ 30 DMC വെള്ളം നമുക്ക് അവകാശപ്പെട്ട വെള്ളമാണെന്ന്. എത്ര വെള്ളം നമ്മൾ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ വീട്ടിൻ്റെ ഈ 3 ഏക്കർ പറമ്പിൽ പെയ്യുന്ന മഴവെള്ളം ഒരു തുള്ളി പോലും ഞാൻ വിടാറില്ല. റെയിൻ ഗേജ് വെച്ച് എത്ര മില്ലിമീറ്റർ മഴ പെയ്യുന്നുണ്ടെന്നും അത് എത്ര ലിറ്റർ വെള്ളമുണ്ടെന്നും അത് എത്ര കണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങിയെന്നും
നിങ്ങളൊക്കെ ഇതൊന്നും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ രാത്രി ഉറങ്ങില്ല എന്ന് എൻ്റെ അഭിപ്രായം. മാത്രമല്ല വയനാട്ടിലെ മണ്ണ് ഒഴുകിപ്പോവുകയാണ് കർണാടകത്തിലേക്ക്. ടണ്ണ് കണക്കിനാണ് ഓരോ വർഷവും ജൈവ മണ്ണ് ഒഴുകുന്നത്. അതിൻ്റെ കണക്കും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്ക്. പക്ഷേ എൻ്റെ പറമ്പിൽ മണ്ണ് ഒഴുകില്ല, എല്ലാം തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. എല്ലാം ചാലിൽ നിറയാണ്, ചപ്പുകൾ, മണ്ണുകൾ, വെള്ളം ഒന്നും വിടാറില്ല. കാർബൺ, സത്യത്തിൽ കാർബൺ എനിക്ക് കാശ് കിട്ടേണ്ടതാ, പക്ഷെ ആരും തരുന്നില്ല, നോക്കുന്നുമില്ല. അതായത് 100% പ്രകൃതിയെ ഭാവിയിലെ കുട്ടികൾക്ക് വേണ്ടി. ഇവിടെ ഇപ്പോൾ കുറേ കുട്ടികൾ വന്നപ്പോൾ വളരെ സന്തോഷമുണ്ട് എനിക്ക്. നിങ്ങളറിയോ, നമ്മളിതൊക്കെ ഒന്ന് പരിശോധിപ്പോൾ ML സാറ് പറഞ്ഞ പോലെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ എന്താണ്. എന്തെല്ലാം കഥകളാണ് സംസാരിക്കാൻ തുടങ്ങിയ തീരാത്ത വിഷയങ്ങളാണ് നമ്മളെ ഉള്ളത്. അതുകൊണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളത്, ഇത് നമ്മൾ ഇല്യാസ് ഇതുവരെ സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ അല്ലെങ്കിൽ മറ്റേ യൂണിറ്റ് സമ്മേളനങ്ങൾ നടക്കുമ്പോഴൊക്കെ പ്രമേയങ്ങളോ എന്തെങ്കിലും അവതരിപ്പിച്ച് ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല. ഇവിടെ നിന്നൊരു നിങ്ങളൊരു പ്രമേയം പാസ്സാക്കണം. ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെപ്പറ്റി. എന്തിനേറെ പറഞ്ഞ് ഇപ്പോൾ പത്രത്തിൽ റിപ്പോർട്ട് വന്നില്ലേ, 18 വയസ്സ് മുതൽ താഴോട്ടുള്ള കുഞ്ഞുങ്ങളുടെ ബ്രക്കുകളൊന്നുമില്ല എന്ന്. അമ്മമാരെ ശ്രദ്ധിക്കേണ്ടതിലൊക്കെ എൻ്റെ മോൻ എന്ത് കഴിക്കുന്നു, ഹോട്ടലിൽ പോയിട്ട് അവർ കാരണം ഈ കുട്ടികൾക്ക് വരാൻ പ്രത്യേക കാരണമുണ്ട്. കാരണം ഈ ടൗണുകളിൽ കാണുന്ന ഹോട്ടലുകളാണെങ്കിലും അല്ലെങ്കിൽ തട്ടുകടകൾക്കാണെന്നും ആകർഷണമായ വസ്തുക്കൾ നിരത്തി വെച്ചിരിക്കുക, കുട്ടികൾ മുഴുവൻ തിന്നുകയാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞിട്ടുള്ള സമർമ്മ, അത് കഴിച്ച ക്യാൻസർ ഉറപ്പാ. എന്താ അത്ര വ്യക്തമായി പറയുന്നത്? തുറുമ്പിൻ്റെ ഇരുമ്പാണ് അതിൻ്റെ മുകളിൽ കോത്തിരിക്കുന്നത്. തുറുമ്പ്, ഈ തുറുമ്പാണ് മാംസത്തിൽ വരുന്നുണ്ട്. തുറുമ്പ് വയറ്റിൽ പോയാൽ ക്യാൻസറാ. ഇതല്ലേ ഇങ്ങനെ വിദേശ ഭക്ഷണങ്ങൾ. ഇപ്പൊ കുഴിമന്തി വിദേശ ഭക്ഷണമല്ലേ, അറേബ്യൻ നാടുകളിൽ നിന്ന് വന്ന സാധനമല്ലേ അത്. ഇതൊക്കെ നമ്മളെ മക്കൾ നൂഡിൽസ്, എന്തൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാം. ഏതെല്ലാം തരത്തിലാണ് മനുഷ്യനെ ജീവനെ അപഹരിക്കാൻ നീരാളിപ്പിടുത്തമായി നടക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ലഹരി പദാർത്ഥങ്ങൾ കോളേജുകളിൽ നടമാടുകയാണ്. ഒരു ഭാഗത്തത്. കേരളത്തിൻ്റെ ജനങ്ങളുടെ സ്ഥിതി എന്താ? ആരോഗ്യത്തിൻ്റെ സ്ഥിതി എന്താ? ഇതിപ്പോൾ ലോകരാജ്യങ്ങളൊക്കെ ഉറ്റുനോക്കാൻ തുടങ്ങിയിരിക്കുന്നു. അമേരിക്ക 2015 മുതൽ അവർ തുടങ്ങിയ ജൈവ കർഷകരെ വന്നു. ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി എന്ന് വേണ്ട ഫിലിപ്പൈൻസ് ഒക്കെ ജൈവത്തിലേക്ക് തിരിയാൻ വന്നു. അവരെപ്പോൾ തുടങ്ങിയിരിക്കുക എല്ലാവരും. കാരണം എന്തുകൊണ്ട്? വിദേശ രാജ്യങ്ങളിൽ ഒത്തിരി ആളുകൾ എൻ്റെ പര്യടനം വരുമ്പോൾ ഞാൻ അവരെ ഇൻ്റർവ്യൂ ചെയ്യാറുണ്ട്. ശരിയല്ലേ? ലണ്ടനിലൊക്കെ സ്ഥിതി എന്താണെന്ന് പറയുക. ലണ്ടനിലൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ഏത് വസ്തുവാണെങ്കിലും അവർ ലാബിൽ വെച്ച് ടെസ്റ്റ് ചെയ്ത് എത്ര ശതമാനം അതിൽ കീടനാശിനി ഉണ്ടെന്നും എത്ര ശതമാനം രാസവളം ഉണ്ടെന്ന് പരിശോധിച്ചിട്ട് മാത്രമേ ഇവിടെ ഇറക്കുന്നുള്ളൂ. പക്ഷെ ഇന്ത്യ അതല്ല, ഇന്ത്യ രാജ്യം അതല്ല, കേരളം അതല്ല. ഇവിടെ വെള്ളരിക്കപ്പെട്ടണ എന്തും ചെലവാകും. അതുകൊണ്ട് ഞാൻ ഇല്യോസോട് പറയാണ്, നമുക്കൊരു സമരമൊക്കെ വെക്കണം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ ജീവനെ സംരക്ഷിക്കുക എന്ന ഒറ്റ മുദ്രാവാക്യം മതി. ജീവനെ സംരക്ഷിക്കുക, മറ്റൊന്നും പറയണ്ട. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ക്യാൻസർ, അറ്റാക്ക്, സൈഡ് തളർന്ന് വീഴുക, കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല, കല്യാണം കഴിഞ്ഞു കുഞ്ഞുങ്ങളില്ല. ആലോചിച്ച് നോക്ക്. ഇത് ഞങ്ങൾ എന്തിനാ മനുഷ്യർ ജീവിക്കുന്നത്? എന്തിനാ അധ്വാനിക്കുന്നത്? എന്തിനാ തിന്നുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ശരീരത്തിന് വേണ്ടിയാണല്ലോ.
ആ ശരീരത്തിന് തിന്ന് ബുദ്ധി ഉണ്ടാവണമല്ലോ, ബുദ്ധി ഉണ്ടാവണം, ബുദ്ധിൻ്റെ കഴിവുണ്ടാവണം, ആരോഗ്യം ഉണ്ടാവണം. ഇതുണ്ടോ നമ്മൾ ജനങ്ങൾക്ക്? ഇല്ല. ഇതൊക്കെയാണ് നമ്മൾ ജൈവ കർഷക സമിതി ആലോചിക്കേണ്ടത്. ഞാൻ പറയുന്നു, ജൈവസമിതി കേരള ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും മുന്നിൽ സമരം പ്രഖ്യാപിക്കണം. ജനങ്ങളുടെ സ്വത്ത്, അവൻ്റെ ജീവൻ. നമുക്ക് മെഡിക്കൽ കോളേജ് വേണ്ട എന്നും നമ്മൾ അഭിപ്രായമില്ല. പക്ഷെ മെഡിക്കൽ കോളേജ് വേണം, ആസ്പത്രികൾ വേണം, ലാബുകൾ വേണം. പക്ഷേ ഇത് മുഴത്തിനാ ലാബുകളും ആസ്പത്രികളും മെഡിക്കൽ കോളേജുകളൊക്കെ. അതായത് എൻ്റെ വയനാട്ടിൽ മാനന്തവാടിയിൽ നിന്ന് ഒരു ദിവസം ആംബുലൻസ് പോകുന്നതിന് ഒരു കണക്കുമില്ല, ചീരിപ്പായാണ്. ഇതെന്താ കഥ? എവിടെ എത്തിയിരിക്കുന്നു? ഞാൻ ചോദിക്കട്ടെ, 1950 ആകുമ്പോഴേക്കും ഇന്ത്യ വികസനം രോഗത്തിൻ്റെ വികസനമായി മാറും. അതാ ഇപ്പം വരാൻ പോകുന്നത്. മാത്രമല്ല, കൃഷി നടക്കുമോ എന്നാ ഇപ്പം സംശയം. 60-70 വയസ്സ് പ്രായം കഴിഞ്ഞവർ ഇനി കൃഷി നിൽക്കാൻ പോകില്ല. ഇനി അങ്ങോട്ട് കൃഷി ചെയ്യാൻ കഴിയില്ല. കുട്ടികളാണെങ്കിൽ കൃഷിപ്പാടത്തേക്ക് വരുന്നുമില്ല. പിന്നെ എവിടെയാ ഭക്ഷണം? ഞാൻ ചോദിക്കട്ടെ, പണം നമുക്ക് എവിടെ നിന്നെങ്കിലും വേണമെങ്കിലും ഗൂഗിൾ പേ ചെയ്യാം. അമേരിക്കെന്നോ ലണ്ടനെന്നോ റഷ്യന്നോ ഏത് രാജ്യത്തുനിന്ന് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ബാങ്കിലേക്ക് ഗൂഗിൾ പേ ചെയ്ത് പൈസ കൊണ്ടുവരാം. ഒരു പിടി ചോറ് ഇങ്ങോട്ടുനിന്ന് അങ്ങോട്ടിൽ പോവോ? പോകില്ലാലോ. അപ്പോൾ ഇത് ഗൗരവമായി ആലോചിക്കേണ്ടതാണ്. വിവിധ സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കർഷക സംഘടനകളൊക്കെ, തൊഴിലാളി സംഘടനകളൊക്കെ, ഇവരെല്ലാവരും കൂടി യോജിക്കേണ്ട കാലഘട്ടങ്ങളാണ്. ഏത് സംഘടന ഉണ്ടാവണമെങ്കിലും, ഏത് രാഷ്ട്രീയമാണെങ്കിലും, ഏത് നേതാവ് ഉണ്ടാവണമെങ്കിലും അദ്ദേഹത്തിന് ആരോഗ്യം ഉണ്ടാവണ്ടേ? എന്ന് ഷുഗറും പിടിച്ച് BP ആയി നേതാവെന്ന് പറഞ്ഞ് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഇതൊക്കെ ഒന്ന് മാറ്റണ്ടേ? മാറ്റണം. ഇന്ന് ഏത് കൊച്ചുകുട്ടിക്ക് നോക്കിയാലും ഷുഗറാണ്, BP ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പം ഇതൊക്കെ നമുക്ക് മാറ്റിയെടുത്തേ മതിയാവും. കുറച്ചൊക്കെ നമ്മൾക്ക് മാറ്റിക്കൊണ്ടുവരണം. കൊണ്ടുവരാതിരിക്കാൻ പറ്റില്ല. ഇനി ഒരടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എനിക്ക് വിശ്വാസമില്ല. കാരണം ഏത് മേഖല എടുത്ത് പരിശോധിച്ച് നോക്കിയാലും, ഞാൻ ചോദിക്കട്ടെ, എന്തെങ്കിലും ഒരു സാധനം മനുഷ്യന് കഴിക്കാൻ കൊള്ളാവുന്ന എന്തെങ്കിലും ഒരു സാധനം ഈ ഭൂമിയിലുണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം നിങ്ങൾ ചോദിക്കും, പാലുണ്ടല്ലോ, മുട്ടയുണ്ടല്ലോ, മത്സ്യമുണ്ടല്ലോ, മാംസമുണ്ടല്ലോ, ഇതൊക്കെ ഉണ്ടല്ലോ എന്ന് നിങ്ങൾ പറയും. ഇതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു മാംസത്തിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത് വ്യക്തമായി അറിയാം. എങ്ങനെയുള്ള മാംസമാണെന്നറിയാം, എങ്ങനെയുള്ള പാലാണെന്നറിയാം, എങ്ങനെയുള്ള മുട്ടയാണെന്നറിയാം. ഇതൊക്കെ വ്യക്തമായി അറിയാൻ സാധിക്കും. കാരണം എന്തുകൊണ്ട്? ഞാൻ വയനാട്ടിൽ കുറിച്ച വിഭാഗത്തിൻ്റെ ഒരാളാണ്. എനിക്കറിയാം പശുവിൻ്റെ പാല്, മോര്, തൈര്, വെണ്ണ, നെയ്യ്. നിങ്ങളറിയോ, വയനാടൻ പുഴകളിൽ 40 തരം മത്സ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു തരം മത്സ്യമില്ല. പിന്നെയുള്ള മത്സ്യങ്ങളോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറക്കിയിട്ടുള്ള റോഗും കട്ടലും ഇതൊക്കെയാ. അതിനാരെങ്കിലും തിന്നാൻ കൊള്ളുമോ? അത് തിന്നാനും കൊള്ളൂല സാധനത്തിന്. നിങ്ങൾക്കറിയില്ല, ഞങ്ങൾക്കറിയാം അതിൻ്റെ ഗുണം എത്ര ഉണ്ടെന്ന്. അപ്പം അങ്ങനെ എല്ലാ അർത്ഥത്തിലും സംഗതി ശരിയാണ്. അത്യുൽപാദന ശേഷിയുണ്ട്, കൂടുതൽ പാലും കിട്ടും, കൂടുതൽ മുട്ട കിട്ടും. കാര്യമായിട്ട് അധ്വാനിക്കാതെ നമുക്കെല്ലാം റെഡി വീട്ടിലേക്ക് എത്തുന്നുണ്ട്. സംഭവം ശരിയാ. ഇപ്പം നമ്മൾക്ക് ബ്രോയിലർ കോഴി, വളർത്ത കോഴി, അതിൻ്റെ സ്ഥിതി എന്താ? അതെങ്ങനെ കഴിക്കാം? ഞാനൊന്നും അത് പറയാൻ തയ്യാറില്ല. ഞാനത് കഴിക്കലുമില്ല. ഞങ്ങളുടെ വീട്ടിൽ പിള്ളേരോട് ഞാൻ ചീത്ത പറയും അത്യാവശ്യമൊക്കെ, മതിയട എന്നൊക്കെ. പക്ഷേ നാടൻ കോഴിയുണ്ട് വീട്ടിൽ, 5-6 കോഴിയുണ്ട്, മുട്ടയിടുന്ന കോഴിയുണ്ട്, കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങളെ ഒരു ദിവസം കുറച്ച് കുട്ടികൾ വന്ന വീട്ടിലേ
അപ്പോഴേ നാടൻ കോഴീൻ്റെ പുറകെ കുറേ ഒരു 10-12 കോഴി കുഞ്ഞുങ്ങൾ നടക്കുമ്പോൾ അമ്മയോട് ചോദിക്കുകയാണ്, ഈ കോഴി ഒരു രാത്രി കൊണ്ട് പ്രസവിച്ചതാണോ ഇത് മുഴുവനും? ഇതവന് പറഞ്ഞിട്ട് കാര്യമില്ല, അവനറിയില്ല ഇത് ഈ മുട്ട അടയിരുന്നിട്ടാണോ ഇത് വിരിഞ്ഞതെന്ന് അവനറിയില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ നാട്ടറിവ്, കാട്ടറിവ്, ഇങ്ങനെയുള്ള അറിവുകൾ നമ്മൾ ശേഖരിക്കണം. അങ്ങനെ ഈ ആശയം പോയി മുന്നോട്ട് പോകുമ്പോൾ മലപ്പുറം മമ്പാട് കോളേജിൽ നാട്ടറിവ് എന്നുള്ള പുസ്തകം അവർ പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ ഉദ്ഘാടനം ഞാൻ കഴിച്ചു. നാട്ടറിവുകൾ ആ നിലമ്പൂർ പ്രദേശത്തെ മലപ്പുറത്തിൻ്റെ ചില ഭാഗങ്ങളെ പഴമയുടെ ചരിത്രങ്ങൾ ചോദിച്ചറിഞ്ഞ് പഴമൊഴികളും അതുപോലെ തന്നെ പ്രായമുള്ളവരോട് ചോദിച്ചതിൻ്റെ അറിവുകൾ ശേഖരിച്ച ഒരു പുസ്തകം തയ്യാറാക്കി അതിൻ്റെ പ്രകാശന കർമ്മം കഴിഞ്ഞ ആഴ്ച പോയി ഞാൻ ഉദ്ഘാടനം ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ഈ കോളേജിൽ മാത്രമല്ല, കേരളത്തിൻ്റെ എല്ലാ കോളേജുകളിലും ഇങ്ങനെ ഒരു പുസ്തകം പ്രകാശനം നടത്തണം. ഇപ്പം എടപ്പാൾ, എന്താണ് ഈ എടപ്പാൾ എന്ന് പറയാൻ കാരണം? അതിലെന്തോ ഒരു കഥയുണ്ട്. തൃശ്ശൂരല്ല, തൃശ്ശൂർ അങ്ങനെയാണ്ടാന്ന് തോന്നുന്നു എൻ്റെ പേരുകൾ, അല്ലേ? അതെ അതെ. അപ്പം അങ്ങനെ ഓരോ പേരുകൾ അറിയപ്പെടുമ്പോൾ അതിനടിസ്ഥാനപരമായ ചില കാരണങ്ങളുണ്ടാവാം. ഇപ്പം തന്നെ ഇവിടെ ഈ കോളേജിൻ്റെ എന്ത് കോളേജെന്ന് പറഞ്ഞേ? വള്ളത്തോൾ ആരായിരുന്നു? അതൊരു ചരിത്രത്തിൻ്റെ ഒരു ഏടാണ്. അങ്ങനെ പല ഏടുകളുണ്ടാവും. അത് മുഴുവൻ കോർത്തിണക്കി ഈ നമ്മളെ കുട്ടികൾക്ക് പാഠപുസ്തകത്തോടൊപ്പം തന്നെ ഇത് പഠിപ്പിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ ഒരു ആത്മകഥയുടെ ചില ഭാഗങ്ങളെടുത്ത് 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ അവരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. പോരാ, അവർക്ക് നെല്ല് പുഴുങ്ങി ഉണങ്ങി കുത്തി കഞ്ഞി വെച്ച് കുടിക്കുന്നത് വരെയുള്ള പാഠം കൊടുക്കണമെന്ന് പറഞ്ഞു. അവർക്ക് മാത്രമല്ല, അത് മറ്റുള്ള ആളുകൾക്ക് ഉപകരിക്കും. നെല്ല് എങ്ങനെ പുഴുങ്ങണം, എങ്ങനെ ഉണങ്ങണം, ഒരു പുഴുക്ക്, ഇരുപുഴുക്ക്, തവിട് കളഞ്ഞാലുള്ള ഗുണമെന്ത്, തവിട് കളഞ്ഞില്ലെങ്കിൽ ഗുണമെന്ത്, ഇതൊക്കെ കുട്ടികളെന്ന് മാത്രമല്ല പ്രായമുള്ളവരും എല്ലാവരും അത് പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ കിട്ടുന്നു, തിന്നുന്നു, കിടക്കുന്നു എന്നല്ലേ ഉള്ളൂ. അതിനെപ്പറ്റി നമ്മളൊരു വിശകലനം നടത്താറില്ല. എൻ്റെ ഭക്ഷണം, അതിൻ്റെ ഒരു വിശകലനം നമ്മൾ നടത്താറില്ല. ഇതൊക്കെ നമ്മൾ നടത്തണം. അതുകൊണ്ട് എനിക്കെൻ്റെ മാന്യ സുഹൃത്തുക്കളെ, എൻ്റെ കൊച്ചുമക്കളുടെ പുറകിൽ അവരോട് ശ്രദ്ധിക്കാൻ പറയാണ്, മക്കളെ, നിങ്ങളാണ് നാളെ ഭാവിയിൽ വേണ്ടപ്പെട്ടവർ. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായും പാഠപുസ്തകങ്ങളോടൊപ്പം തന്നെ നാട്ടറിവ്, കാട്ടറിവ്, കൃഷിപ്പാഠങ്ങൾ എന്തെല്ലാം പഠിക്കാനുണ്ട്, പക്ഷികൾ, മൃഗങ്ങൾ, പാമ്പുകൾ, തേളുകൾ എന്ന് വേണ്ട സർവത്രം പഠിക്കാനുണ്ട് ഈ ഭൂമിയിൽ. അത് പഠിക്കണമെങ്കിൽ നിങ്ങൾ ആ പഴമയിലേക്കൊരു തിരിച്ചു പോക്ക് ഉണ്ടാവണം. ഏത് പഴമയിലേക്ക്? നിങ്ങളുടെ അച്ഛനമ്മമാരോടൊന്ന് ചോദിക്കണം. എന്നിട്ട് നിങ്ങളതൊരു ഡയറി എഴുതണം. പഴയ എടപ്പാൾ ഇതായിരുന്നു, പഴയ എടപ്പാളിലെ സ്ഥിതി ഇതായിരുന്നു, ഇവിടുത്തെ ജീവിതം ഇന്നതായിരുന്നു. അന്ന് പാലമില്ല, തോടില്ല, റോഡില്ല, പ്ലെയിനില്ല, ട്രെയിനില്ല. പിന്നെ എങ്ങനെയായിരുന്നു എന്ന് എടപ്പാളിലെ ആളുകൾ, നമ്മുടെ അച്ഛനമ്മമാർ നമ്മളെ വളർത്തിയത്? എന്തായിരുന്നു നമ്മുടെ ഇന്നത്തെ ഭക്ഷണം? എങ്ങനെയായിരുന്നു ഭക്ഷണം? ഇതൊക്കെ നമ്മുടെ കഴിഞ്ഞ തലമുറയോട് ചോദിച്ചാൽ അവരത് വ്യക്തമായി നമുക്ക് തരും. ചില ആളുകൾ അത് നമ്മളൊരു നോട്ട് ചെയ്ത് വെക്കണം. അതൊരു നിങ്ങളൊരു രേഖ ഉണ്ടാക്കണം. നമുക്കറിയാം, ഒത്തിരി രേഖകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ആ രേഖ നമുക്കുണ്ടാവണം. അതുകൊണ്ട് എനിക്കെൻ്റെ എല്ലാ മാന്യ സുഹൃത്തുക്കളോടും വളരെ സന്തോഷമുണ്ട്. ഇപ്പം ഞാൻ ഓർത്തു ലക്ഷം പിന്നാലെ ഉണ്ട് എന്ന് എനിക്ക് ബോധ്യമായി. തീർച്ചയായും നിങ്ങളുടെ കുട്ടികളെ, നിങ്ങളുടെ കുടുംബത്തെ, ഒപ്പം തന്നെ പലതുള്ളി പെരുവെള്ളമായി നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളെ, രാജ്യത്തെ സംരക്ഷിക്കാൻ മുന്നോട്ട് വരണം. ഒപ്പം തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. കാലഘട്ടത്തിനനുസരിച്ചുള്ള വിദ്യാഭ്യാസത്തിന് മാറ്റം ഉണ്ടാവണം. പഴയ വിദ്യാഭ്യാസം പോരായിനി.
എങ്ങനെയുള്ള ഭക്ഷണമായിരിക്കണം, എങ്ങനെയുള്ള ആരോഗ്യമായിരിക്കണം, എങ്ങനെയുള്ള രാജ്യമായിരിക്കണം, എങ്ങനെയുള്ള സാഹോദര്യമായിരിക്കണം, എന്തിനേറെ പറയുന്ന യുദ്ധതന്ത്രം വരെ പഠിപ്പിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അന്യരാജ്യക്കാർ നമ്മൾ ഉപദ്രവിക്കാൻ നാം എന്തു ചെയ്യണം? അതിന് ലഘു പാഠമെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം കുട്ടികളിൽ. AK-47 എന്ന് പറഞ്ഞാൽ പോരാ, അത് എങ്ങനെയാണ് അതിനെ പ്രയോഗിക്കേണ്ടത് നമ്മൾ കുട്ടികൾ കാണണം. മിസൈലുകൾ കാണണം. സാറ്റലൈറ്റ് ഭൂമിയിൽ നിന്ന് അങ്ങ് വിട്ടു, ചന്ദ്രനിലുണ്ട്, സാറ്റലൈറ്റ് ഉണ്ട്. ഈ സാറ്റലൈറ്റിൻ്റെ കിടപ്പ എന്താണ്, നിലവാരം എന്താ കുട്ടികൾക്കറിയില്ല. പക്ഷെ സാറ്റലൈറ്റ് കേട്ടു. അല്ല, അതിനെ പറ്റി നമ്മൾ കുട്ടികൾക്കൊരു അവബോധം ഉണ്ടാവണം. അങ്ങനെ എല്ലാ ഭാഗങ്ങളിലും അവരെ നമ്മൾ സജ്ജരാക്കണം. ജയ് ജവാൻ ജയ് കിസാൻ. രാജ്യത്തിന് വേണ്ടപ്പെട്ടവരാണിവർ, ജവാനും കിസാനും. ഇവർക്ക് പ്രാതിനിധ്യം കൊടുക്കണം. ഇവരാണ് രാജ്യത്തിൻ്റെ രക്ഷകൻ. ജവാനുണ്ടെങ്കിൽ രാജ്യം കാവലായി നിൽക്കാൻ പറ്റൂ. കിസാനുണ്ടെങ്കിൽ മാത്രമേ ഈ രാജ്യത്തെ തീറ്റിപ്പോറ്റി സംരക്ഷിക്കാൻ കഴിയൂ. അത് നമ്മുടെ ഭരണാധികാരികൾക്ക് വിട്ടുപോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഘടന തന്നെ തുടങ്ങുന്നത് കൃഷിയാണ്. ഇന്ത്യ രാജ്യമാണെങ്കിൽ കാർഷിക രാജ്യമായ ഇന്ത്യയാണ് സാമ്പത്തികത്തിൻ്റെ അടിത്തറ. പക്ഷെ അതിവിടെ ഉണ്ടോ? ഇല്ല. അതായത് സാധാരണ നമ്മളൊരു വീട്ടിലൊക്കെ ആണെങ്കിൽ വീട്ടുകാരോട് ചോദിക്കും, എങ്ങനെയുണ്ടോ ഇപ്രാവശ്യം നെല്ല് എങ്ങനെയുണ്ട്, കാപ്പി എങ്ങനെയുണ്ട്, കുരുമുളക് എങ്ങനെയുണ്ട്, അടക്ക എങ്ങനെയുണ്ട്, കഴുങ്ങ് എങ്ങനെയുണ്ട്, തേങ്ങ എങ്ങനെയുണ്ട്, ഇതൊക്കെ ചോദിക്കുമ്പോൾ അയാളുടെ വരുമാനം അതൊരു ബഡ്ജറ്റ് അയാൾ രൂപപ്പെടുത്തി. അങ്ങനെയാണ് മൊത്തത്തിൽ അയാൾ പറയാണ്, എനിക്ക് ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റ് മോശമാണോ, അടുത്ത പ്രാവശ്യം ഇച്ചിരി കടം മേടിക്കേണ്ടി വരും, എന്നാലേ എൻ്റെ ഈ പ്രാവശ്യത്തെ പരിപാടി നടത്തുള്ളൂ. അതാണ് ബഡ്ജറ്റ്. ആ ബഡ്ജറ്റാണ് നമ്മളിങ്ങനെയൊക്കെ കണക്കുകൂട്ടിയാണ് ബഡ്ജറ്റ് ഉണ്ടാക്കുക. അത് രാജ്യത്തിൻ്റെ സ്ഥിതി അതല്ലേ? അടക്കത്തിലുണ്ട്, തെങ്ങത്തിലുണ്ട്, കഴുങ്ങത്തിലുണ്ട്, കപ്പത്തിലുണ്ട്, ജയനത്തിലുണ്ട്, ദീപത്തിലുണ്ട്, നെല്ലത്തിലുണ്ട്, രാഗ്യത്തിലുണ്ട്. ഇതൊക്കെ കണക്ക് കൂട്ടിയോ ഇപ്പം ഇത്രയുണ്ട് നമ്മുടെ രാജ്യത്ത്, അതിന് ഇത്ര രൂപയായി. ഇതല്ലേ സാമ്പത്തികം? വേറെന്ത് സാമ്പത്തികം ഇവിടെ ഉള്ളത്? അപ്പോൾ ഇതൊക്കെ നിങ്ങളും ഞാനും കൂടി അധ്വാനിച്ചുണ്ടാക്കിയ ഒരു വസ്തുവാണ്. അത് നമുക്ക് പാഴ്വേലയായി കണ്ടുകൂടാ. അങ്ങനെയുള്ള ഒരു സമ്മേളനമാണിത്. ആ സമ്മേളനം ഒരു നല്ല നിലയിൽ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിൽ ഇത്ര ആളുകൾ, ഇത്ര ജനപ്രാതിനിധ്യം കണ്ടതിലും നിങ്ങളുടെ മുന്നിലെല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ അല്പസ്വല്പം വേദന കയറിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇനി ഇങ്ങനെയായ പോരാ, നമുക്ക് നല്ലൊരു ഭക്ഷണം ഉണ്ടാവണം, നമുക്ക് നല്ലൊരു പ്രകൃതി ഉണ്ടാവണം. എൻ്റെ പൊന്നുമക്കളെ, കോടാനുകോടി പ്രകൃതിയുടെ ജീവജാലങ്ങളുണ്ട്. ആ ജീവജാലങ്ങൾ നിലനിന്നാൽ മാത്രമേ പ്രകൃതി നിലനിൽക്കുള്ളൂ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളുടെ ശരീരത്തിൽ മിത്രകീടങ്ങളും ശത്രുകീടങ്ങളും ഉണ്ടെന്നിരിക്കട്ടെ. മിത്രകീടങ്ങൾ കൂടുകയും ചെയ്യുമ്പം ആരോഗ്യം, മിത്രകീടം കുറഞ്ഞോ ശത്രുകീടം കൂടുമ്പോൾ ആരോഗ്യം നഷ്ടപ്പെട്ടു. അതുതന്നെയാണ് പ്രകൃതിക്ക്. മിത്രകീടങ്ങളായ കോടാനുകോടി ജീവികൾ കൊന്നൊടുക്കുമ്പോൾ ഭൂമിയുടെ ആരോഗ്യം പോകും. ഭൂമിയുടെ ആരോഗ്യം പോകുമ്പോഴോ അവിടെ പലതരം പ്രതിഭാസങ്ങൾ ഭൂമിയിലുണ്ടാവും. അത് എന്താണെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. വരൾച്ചയായിരിക്കാം, വെള്ളപ്പൊക്കമായിരിക്കാം, ഭൂമി കുലുക്കമായിരിക്കാം, അഗ്നിപർവ്വതം പോലുള്ള പർവ്വതങ്ങളായിരിക്കാം. എന്താണ് സംഭവിക്കാൻ പോകുന്ന ആർക്കൊരു പിടിപാടില്ല, ആർക്കും പിടിയാനും കഴിയില്ല. അതിനത്രയൊരു ശാസ്ത്രജ്ഞരെ കാണാനും കഴിയുമെന്ന് വിശ്വസിക്കുന്നുമില്ല. ഇതല്ലേ വരാൻ പോകുന്ന പ്രതിഭാസം. ഞാൻ ചോദിക്കട്ടെ, ഒരാൾക്ക് ഭ്രാന്തനായി പോകാൻ, അവൻ ഭ്രാന്തനായി മാറാൻ അധിക സമയമൊന്നും വേണ്ടി വരില്ല. അത് തന്നെയാണ് പ്രകൃതിയിൽ വരാൻ പോകുന്നത്. ഇപ്പം നമുക്കറിയാലോ, കാലാവസ്ഥയുടെ കാര്യം നോക്കുക. നിങ്ങളറിയോ, വയനാട്ടിൽ, ഇവിടുത്തെ കഥ എനിക്കറിയില്ല, വയനാട്ടിൽ 6 തരം മഴയുണ്ടായിരുന്നു. കുംഭമഴ, മീനമഴ, മേടമഴ, എടവപ്പാതി, മൺസൂൺ കാലം, ചിങ്ങമഴ, പിന്നെയോ തുലാവർഷം.
ഇതാണ് അവിടുത്തെ മഴയുടെ കാലാവസ്ഥ. കാറ്റ്, 5 തരം കാറ്റ്. അത് സമയാസമയങ്ങളിൽ കാറ്റ്, സമയാസമയങ്ങളിൽ മഴ. കരികിളകൾ വീണ്, ചപ്പ് ചവറുകൾ വീണ് ഭൂമിക്ക് നല്ല ജൈവവളം, ജൈവ സമ്പത്ത് എന്തിട്ടാലും പൊളച്ചു വളരുന്ന കാലഘട്ടം വയനാട്. ഇന്ന് അതാണോ? ഇന്ന് വയനാട് മരിച്ചുകൊണ്ടിരിക്കുക, മരുഭൂമിയായിക്കൊണ്ടിരിക്കുക. മാന്തുകയാണ് എല്ലാവരും. മനസ്സിലല്ലേ? ഇതാണ് ലോകം. അപ്പോൾ അല്പസ്വല്പമെങ്കിലും നമുക്കൊരു വേദന ഉണ്ടാവണം. നമുക്ക് മുഴുവനും വേദനിപ്പിച്ച് അല്ലെങ്കിൽ വേദന ഉണ്ടായി നമുക്കൊന്ന് ഇത് മുഴുവൻ നിർത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ചില മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്താൻ സാധിക്കും. ജീവിതത്തിന് ഉണ്ടാവുന്ന മാറ്റം, ചെലവുകൾക്ക് ഒക്കെ അല്പസ്വല്പം ഒരു ഭേദഗതിയോടുകൂടി നമുക്ക് മുന്നേറാം എന്നാൽ മാത്രമേ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ ഇരിക്കുള്ളൂ. 60 തരം വിത്തുകൾ ഞാൻ സംരക്ഷിക്കുന്നുണ്ട്. 6 മാസം മുപ്പുള്ള വിത്ത്, 200 ദിവസം, 150 ദിവസം, 120 ദിവസം, 90 ദിവസം. ഇതൊക്കെ കഴിക്കുമ്പോൾ അതിനുണ്ടാവുന്ന ഊർജങ്ങൾ പല വിധത്തിലാണ്. ശരീരത്തിൽ കിട്ടുന്ന ഊർജം 200 ദിവസത്തിൽ 150, 120, 90. പക്ഷെ ഇതൊക്കെ ആണെങ്കിലോ ഗുണമായി കിട്ടണമെങ്കിൽ മണ്ണിൻ്റെ തനതായ രൂപത്തിൽ വളർത്തിയെടുത്ത് അത് കഴിഞ്ഞാലേ അതിന് ഗുണങ്ങളുണ്ടാവും. അല്ലാണ്ട് കൃത്രിമപരമായിട്ടൊന്നും നടക്കില്ല. ഞാനീ പറഞ്ഞ രൂപത്തിൽ കീടനാശിനിയും രാസവളമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒത്തിരി ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, രാമേട്ട കീടനാശിനി രാസവളം ഉപയോഗിക്കാതെ, അത്യുൽപാദന ശേഷിയുള്ള വിത്ത് ഉപയോഗിക്കാതെ നമുക്ക് ഈ ദാരിദ്ര്യം മാറ്റാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കാറുമുണ്ട്. ഞാൻ ചോദിച്ച് സംഗതിയൊക്കെ ശരിയായിരിക്കും, എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമുക്ക് ഒത്തിരി സാധനങ്ങൾ തിന്നാനുള്ള സ്റ്റേറ്റാണ് കേരളം. കാരണം രാഗി, മുത്താറി, ചാമ, തേന, വരക്, നെല്ല്, ചക്ക, മാങ്ങ, കപ്പ, ചേന, ചേമ്പ്, 200 തരം കിഴങ്ങ് വർഗ്ഗമുണ്ട് വയനാട്ടിൽ. ആ പകുതിയോളം വരും കാട്ടിൽ. ഇതൊക്കെ തിന്നൂടെ? ഒരു നേരം കഞ്ഞി, ഒരു നേരം ചക്ക, ഒരു നേരം കപ്പ കഴിച്ചൂടെ? കഴിക്കാം. പക്ഷെ നമ്മളെല്ലാവരും പോകുന്നത് അതിലേക്കല്ല. ചപ്പാത്തി, പൊറോട്ട, ഇതിലേക്കാണ് പോയി. ഞാൻ പറയുന്നത് നമുക്കിതൊക്കെ നമുക്ക് കഴിക്കാനുള്ളതാണ്. നല്ല ഭക്ഷ്യപദാർത്ഥങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ തീർച്ചയായും നമുക്കത് മേക്കപ്പ് ചെയ്യാൻ പരമാവധി സാധിക്കും. നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ നോക്കുക. അങ്ങനെ ഓരോരുത്തരും ഓരോ കുടുംബം നോക്കിയാൽ എവിടെ എത്തും, എങ്ങനെ എത്തും, നമുക്ക് ഒരു പരീക്ഷണം നടത്താം എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീട്ടിൽ എല്ലാ സാധനങ്ങളും, കപ്പ, ചേന, ചേമ്പ് എല്ലാം ഉണ്ട്. പറഞ്ഞ പോലെ നെല്ല്, അരി ഒക്കെ ഉണ്ട്. ഒരുവിധം തപ്പിപ്പിടിച്ച് അങ്ങനെ പോവുകയാണ്, വലിയ കുഴപ്പമില്ലാതെ. പക്ഷേ 30 വർഷക്കാലം ഞാൻ ഇത്രയും കൃഷി ചെയ്തെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ നഷ്ടമുണ്ട്. ഈ നഷ്ടം ആരും നേറ്റിയിട്ടില്ല, ആരും നേതൃത്വം വന്നിട്ടുമില്ല. ഓരോ വർഷവും 50, 60, 70,000 രൂപ നഷ്ടം സഹിച്ചാണ് ഞാൻ എൻ്റെ കൃഷി ഇപ്പോഴും നിലനിർത്തുന്നത്. എനിക്കാരും ഒന്നും തന്നിട്ടൊന്നുമില്ല. പക്ഷേ കൃഷി മുന്നോട്ട് പോയിക്കൊണ്ട് ഇപ്പോൾ ഞാറ് പറയും തുടങ്ങാൻ പോവാം. കണ്ടം അടിച്ച് കുറേ ഭാഗം അടിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വിത്തിടാനുണ്ട്. ഞാറ് പറിക്കാൻ നാളെ തുടങ്ങുകയാണ്. കൃഷിപ്പണി നടന്നുകൊണ്ടിരിക്കുക ഇപ്പം. പക്ഷേ ഇത് ഒരു കാര്യം ഞാൻ പറയാം, ഇത്രയൊക്കെ ആണെങ്കിലും ഒരു 10ൻ്റെ പൈസ എനിക്ക് ആർക്കും കൊടുക്കാനില്ല. ഒരു ബാങ്കിലോ ഒരു കൈവായ്പയോ ആർക്കും ഒരു കടവും ഞാൻ കൊടുക്കാനുമില്ല. രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങും ഞാൻ. ഒരു കുഴപ്പമില്ല, ഉറക്കം മതിയാവുന്നില്ല. പക്ഷേ നിങ്ങൾക്കൊക്കെ അതായിരിക്കില്ല. പകുതി ഉറക്കം കഴിഞ്ഞിട്ട് പകുതി ഞെട്ടലാണ്. കാരണം ബാങ്ക്, കൈവായ്പക്കാർ, ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറക്കം ക്ലിയർ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ മാനസിക അവസ്ഥ 100% ഞാൻ അവകാശപ്പെടുന്നില്ലെങ്കിലും കുറച്ചെങ്കിലും നമ്മുടെ മാനസികാവസ്ഥ നിലനിർത്തണം. എന്നാൽ മാത്രമേ ശരീരത്തിലൊരു ഉന്മേഷം ഉണ്ടാവും, രോഗം കുറയ്ക്കാൻ സാധിക്കും.
ഉന്മേഷം കൂട്ടും. മാത്രമല്ല നല്ല ബുദ്ധി അവനുണ്ടായിക്കൊണ്ടിരിക്കും. മറ്റത് പലതരം ടെൻഷൻ, പലതരം ദേഷ്യം ഒക്കെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും ഒന്നിങ്ങനെ പറഞ്ഞു പോയാൽ അന്നേരം അവൻ്റെ നേരെ ഒരു ചാട്ടവും. കാരണം അത് എന്തുകൊണ്ട്? അവന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ മനസ്സിന് കിടന്ന് അലട്ടുന്നുണ്ട്. അതാണ് ആ ദേഷ്യം കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഇതൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ മനസ്സ്, അല്ലെങ്കിൽ നമ്മുടെ ശരീരം, മനസ്സ് കിളികളെപ്പോലെ പറന്നു നടക്കണമെങ്കിൽ അങ്ങനെ നമ്മുടെ ശരീരത്തെ വിടണം. അത് എത്രയായിട്ട് കഴിയും നമുക്ക് പറയാനും പറ്റില്ല. എന്നാൽ മാത്രമേ നമ്മൾ ആരോഗ്യം നിലനിൽക്കുള്ളൂ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ നിർത്തുകയാണ്. ഒത്തിരി കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ചർച്ച ചെയ്യാനുണ്ട്. സംശയങ്ങളുണ്ടാവാം, ചർച്ചയുണ്ടാവാം, വിലപ്പെട്ട നിർദ്ദേശങ്ങൾ വരാം. അപ്പോൾ ഉണ്ടാവണം, വിലപ്പെട്ട നിർദ്ദേശം ഉണ്ടാവണം. ഈ രാജ്യത്തെ എങ്ങനെ വിടണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഇത് വേണ്ടപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണ്ടയോ നിങ്ങൾ ശ്രദ്ധിക്കണം. കരയുന്ന കുഞ്ഞിന് മാത്രമേ പാലുള്ളൂ, കരയാത്ത കുഞ്ഞിന് പാലില്ല. നമുക്കൊരു MLA ഇല്ല, MP ഇല്ല, മെമ്പറില്ല. ഈ പ്രശ്നം അവിടെ ഉന്നയിക്കാൻ നമ്മുടെ അടുത്തൊരു മെമ്പറുണ്ടോ, ഒരു MP ഉണ്ടോ, MLA ഉണ്ടോ? ഇല്ല. നിങ്ങളും നിങ്ങളുടെ കുട്ടികളും ഞാനും എൻ്റെ കുട്ടികളും. അപ്പം നമ്മുടെ ഈ വിളിച്ച വിളിമാറ് കേന്ദ്ര ഗവൺമെൻറ്റിനെയും ഇപ്പോഴത്തെ മോദി സർക്കാരിനെയും അതുപോലെ തന്നെ കേരള ഗവൺമെൻറ് പിണറായി സർക്കാരിനെയും നമുക്കിത് ബോധ്യപ്പെടുത്തണം. ഇനി നമുക്ക് മുന്നോട്ട് പോയിക്കൂടാ. സമരം പ്രഖ്യാപിക്കണം, സമരം വെക്കണം. എന്ന് വെച്ചിട്ട് ഒരിക്കലും നാട്ടുകാർക്കോ ജനങ്ങൾക്ക് ഉപദ്രവിക്കുന്ന തരത്തിലുള്ള സമരം വെക്കാനും പാടില്ല. അങ്ങനെയൊന്നും പാടില്ല. അപ്പോൾ ഒരു പ്രമേയമൊക്കെ നിങ്ങൾ ഇന്നത്തെ സമ്മേളനം പാസ്സാക്കി ഒരു സമരമൊക്കെ വെച്ച് ഇതൊന്ന് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ട് ജനങ്ങളിൽ ശ്രദ്ധയിൽ വരണം. ജനങ്ങൾ ഇനിയും ജനങ്ങൾ അറിയട്ടെ, ഇങ്ങനൊരു സമിതി ഉണ്ട്, ഇങ്ങനൊരു കർഷക സംഘടനയുണ്ട് എന്ന് ജനം അറിയണം, ലോകം അറിയണം. ഈ മെസ്സേജ് വിദേശ രാജ്യങ്ങളിൽ എത്തണം. അപ്പം അവരും തുടങ്ങും സമരം, അവരും തുടങ്ങിക്കോളും. അങ്ങനെയാണ് നമ്മൾ വ്യാപിപ്പിക്കുക ലോകരാജ്യങ്ങളിൽ. ഐക്യരാഷ്ട്ര സംഘടന ഞെട്ടണം, ഐക്യരാഷ്ട്ര സംഘടന ഇതറിയണം, UN അറിയണം. നമ്മളെ മാത്രം അറിഞ്ഞാൽ പോരാ. അവിടെ സമ്മേളനം ചേരുന്നുണ്ട്, കാലാവസ്ഥ വ്യതിയാനത്തെ പറ്റി സമ്മേളനം ചേരുന്നുണ്ട്, ഉച്ചകോടി കൂടുന്നുണ്ട്. പക്ഷേ ഇത് സാധാരണക്കാരന് അറിയില്ല. കാർബൺ മാറ്റാൻ വേണ്ടി അവർ കോടാനുകോടി ഉറുപ്പികൾ തള്ളി നീക്കുന്നുണ്ട്. ഇതിൽ നിന്നൊരു 10 പൈസ നമുക്ക് കർഷകർ കിട്ടാറുമില്ല. ഇതൊക്കെ നമുക്ക് അവകാശപ്പെട്ടതാണ്, അവകാശപ്പെട്ട കാശുകളാണ്. ഇതൊന്നും നമുക്ക് കിട്ടാനില്ല. ഇതൊക്കെ നമ്മളെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. അതായിരിക്കട്ടെ ഈ സമ്മേളനത്തിൻ്റെ മുഖ്യ അജണ്ടയും കാര്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെ ഒരു സമ്മേളനത്തിൽ ഞാനിത് പങ്കെടുത്തില്ല, ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. എനിക്കാണെങ്കിൽ വയ്യ, അറ്റാക്ക് വന്നു. ഇവിടെ മാത്രമല്ല സുഹൃത്തുക്കളെ, ഞാൻ വിദേശ രാജ്യങ്ങളിലൊക്കെ ഓർഗാനിക് കടകൾ, കറാമൽ, അജ്മാനിൽ, സൗദി അറേബ്യ ഒക്കെ ഓർഗാനിക് കട ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഓർഗാനിക് കടകൾ ഉദ്ഘാടനം ചെയ്തതാണ്. അവർ സാധനം കിട്ടാൻ വേണ്ടി അവർ നെട്ടോട്ടം ഓടുന്നു. നമ്മുടെ സാധനം പോകാൻ വലിയ വിഷമമൊന്നുമില്ല. ഏത് രാജ്യത്ത് വേണമെങ്കിൽ നമ്മുടെ സാധനം ചിലവാകാം. നല്ല കാപ്പിപ്പൊടി, നല്ല മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചുക്കുപൊടി, നല്ല റൈസ് ഉത്തരവാദിത്തമായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഏത് രാജ്യത്തും എത്തും. പക്ഷേ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റും കൂടി ഒരു ഇടപാട് നിന്നാൽ മതി. ബിസിനസ് ചരക്കുകൾ നീക്കുപോക്കിന് ഒരു അനുവാദം വാങ്ങുക. ഞങ്ങൾ ഇന്ന സാധനം എൻ്റെ രാജ്യത്ത് വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നല്ല സാധനമാണ്, ഒരിക്കലും മനുഷ്യന് ദോഷമില്ലാത്ത ഭക്ഷ്യപദാർത്ഥങ്ങൾ ഞങ്ങൾ വിതരണത്തിന് തരുന്നുണ്ട്, നിങ്ങൾക്ക് തയ്യാറുണ്ടോ? അവരോട് നമ്മൾ വെല്ലുവിളിക്കണം. അതിനുള്ള ഉൽപ്പാദനം നമ്മൾ ഉണ്ടാക്കണം. തീർച്ചയായിട്ടും കഴിയും.
അങ്ങനെയായിരിക്കണം നമ്മുടെ പ്രവർത്തനത്തിൻ്റെ മുന്നോട്ടുള്ള നീക്കം എന്ന് മാത്രമാണ് ഈ സമ്മേളനത്തെ അഭിസംബോധന കൊണ്ട് എൻ്റെ ഉദ്ഘാടനം എന്ന നിലയ്ക്ക് സംസാരിക്കുന്നു. ഈ സമ്മേളനം നിങ്ങളെല്ലാവരുടെയും നല്ല മനസ്സിൻ്റെ ഉടമയായ നിങ്ങളെല്ലാവരുടെയും പ്രകൃതിയുടെ മക്കളായ നിങ്ങളെല്ലാവരെയും ഒരു കയ്യിൽ തോളത്ത് ഉരുമി പിടിച്ചുകൊണ്ട് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജൈവ കർഷക സമിതി എന്നുള്ളൊരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ 32 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന കേരള ജൈവ കർഷക സമിതി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യക്ക് വളരെ മാതൃകയായിക്കൊണ്ടുള്ള ഒരു സന്നദ്ധ സംഘടനയാണ്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഞാനെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഉപഹാരം ഒഫായ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ചൈതന്യധന്യമായ ഈ ചടങ്ങിൻ്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ എടപ്പാൾ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ പ്രഭാകരൻ, നമ്മുടെ നാടിൻ്റെ അഭിമാനം പത്മശ്രീ ചെറുവേൽ രാമേട്ടൻ, ഇതിൻ്റെ ജനറൽ കൺവീനറായ ചന്ദ്രമാഷ് ഉൾപ്പെടെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട ജൈവ കർഷക സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ സത്യത്തിൽ ഒരു ജൈവ ചൈതന്യം ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളൊക്കെ സത്യത്തിൽ ഈ നാടിന് മാതൃകയായി ജീവിക്കുന്ന ദുർലഭം ആളുകളിൽ ചില ആളുകളാണ്. ആ ഒരു ആത്മാഭിമാനത്തോടെ സ്വയം, വേറെ ആരും അഭിനന്ദിക്കേണ്ട, സ്വയം ഒന്ന് തോളിൽ തട്ടിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ നിങ്ങളെ വളരെ ബഹുമാനപൂർവ്വം കാണുകയാണ്. നിങ്ങളോടൊപ്പം ഒരു ചെറിയ സന്തോഷം കൂടുതൽ തോന്നിയത്, കുറച്ച് വൈകിയാണെങ്കിലും ഉദ്ഘാടന പ്രസംഗം നടത്തുമ്പോൾ കുറച്ച് പ്രൈമറി സ്കൂൾ കുട്ടികൾ ഇവിടേക്ക് കയറി വന്നിട്ടുണ്ട്. സത്യത്തിൽ ഈ ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളും പ്രസംഗങ്ങളും കേൾക്കേണ്ടത് ഈ ജൈവ കർഷകരല്ല, അവരതൊക്കെ ഉൾക്കൊണ്ട് ഇവിടെ വന്ന ആളുകളാണ് എന്ന് തോന്നുന്നു. സംഘടനയുടെ കാര്യങ്ങളും പ്രതിനിധി സമ്മേളനത്തിലൊക്കെയാണ് അവർ സജീവമായി പങ്കെടുക്കേണ്ടത്. ആ കുട്ടികളെ പോലെയുള്ള കുറേ കുട്ടികൾ കൂടി ഇത് കേട്ടിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ആശിക്കുന്നത്. കേൾക്കേണ്ട ആളുകൾ പലപ്പോഴും ഇത് കേൾക്കുന്നില്ല എന്നുള്ളൊരു വിഷയം നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ്. വേറെയും പലതും ഉണ്ട്. ഞാൻ എന്തായാലും ഇവിടെ വളരെ കൃത്യമായി നമുക്ക് ഈ സമ്മേളനം 2 ദിവസം നടത്തേണ്ടതുണ്ട്. അതിന് നിങ്ങളുടെ സഹായം ഇതിൻ്റെ സംഘാടക സമിതിയുടെ ഒരു ഭാരവാഹി എന്നുള്ള നിലയിൽ, പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ കൃത്യസമയത്ത് തന്നെ നമ്മളുടെ ഘോഷയാത്ര നടന്നു. അത് കൃത്യസമയത്ത് ഇവിടെ എത്തി. പക്ഷേ ഉദ്ഘാടന സമ്മേളനം അപ്രതീക്ഷിതമായി അല്പം വൈകി. പക്ഷേ ഇന്നത്തെ അടുത്ത പാനൽ ചർച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിക്കുന്ന സമയം കൂടി ചേർത്തുകൊണ്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ കൃത്യം 2:30 പ്രതിനിധി സമ്മേളനവും നമ്മുടെ പ്രതിനിധി സമ്മേളനം ആരംഭിക്കാൻ കഴിയും, വാർഷിക പൊതുയോഗവും. അപ്പോൾ അങ്ങനെ അപ്പം മുതൽ കൃത്യമായി നമുക്ക് പോകാൻ കഴിയട്ടെ. അതിനിപ്പോൾ ചെയ്യാനുള്ളത്, ഞങ്ങൾ ഈ ആശംസകൾ അർപ്പിക്കുന്ന ആളുകൾ അത് മനസ്സുകൊണ്ട് അർപ്പിക്കുകയും സംസാരിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടിൻ്റെ നീറുന്ന പ്രശ്നങ്ങളിൽ, മനുഷ്യ സമൂഹത്തിൻ്റെ ഏറ്റവും സുപ്രധാന പ്രശ്നങ്ങളിൽ ഒന്നിനെ ഒരു ചെറിയ ഇരുട്ടിലൊരു മെഴുകുതിരി കത്തിക്കുന്നത് പോലെ ഒരു പ്രകാശനാളം തെളിയിക്കാനുള്ള ശ്രമം നടത്തുന്ന ആളുകളാണ് നിങ്ങൾ. അത് തുടർന്ന് പോകട്ടെ. എനിക്കൊരു ജൈവ കർഷകനെന്നോ കർഷകനെന്നോ അവകാശപ്പെടാൻ അർഹതയില്ല എന്നുള്ള ബോധ്യം കൊണ്ടാണ് നിങ്ങളെ പറ്റി പറയുന്നത്. മനസ്സിലായില്ലേ? പക്ഷേ ഈ പ്രസ്ഥാനത്തിൻ്റെ, ഈ ജൈവ കൃഷിയുടെ, ജൈവ കർഷകരുടെ ഈ ത്യാഗത്തിൻ്റെ ഒക്കെ വില എനിക്കറിയാം. വളരെ ദീർഘകാലം ഒന്നിച്ച് 10-30 കൊല്ലത്തിലധികം ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്ത ആളുകളാണ് ചന്ദ്രൻ മാഷും ഞാനും. അപ്പോൾ അങ്ങനെയുള്ള മാഷ് ഉൾപ്പെടെയുള്ള ഒട്ടേറെ ജൈവ കർഷകരെ എനിക്കറിയാമെന്നുള്ളത് കൊണ്ട് അവരുടെ സേവനങ്ങൾ ഈ സമൂഹം അംഗീകരിക്കുകയും അവരുടെ സേവനത്തിൻ്റെ ഫലം നമ്മുടെ ഈ സമൂഹത്തിന് കിട്ടുകയും ആരോഗ്യമുള്ള സമൂഹമായി ജീവിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യട്ടെ. ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, രാമേട്ടനെ പോലുള്ള ഒരാൾ ഇരിക്കുന്ന വേദിയിലിരിക്കാൻ പറ്റിയതിലുള്ളൊരു സന്തോഷം. രാമേട്ടന് കിട്ടിയ അവാർഡ് രാമേട്ടന് മാത്രമായി കിട്ടിയതല്ല, മറിച്ച് നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും കിട്ടിയതാണ്. ഈ നാട്ടിലെ മുഴുവൻ കർഷകർക്കും കിട്ടിയതാണ്, കർഷക സമൂഹത്തിന് കിട്ടിയതാണ്. അല്ലേ രാമേട്ട? അങ്ങനെ തന്നെയാണ് രാമേട്ടന് കിട്ടുന്നത്. അത് ഒരുപക്ഷെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പത്മ അവാർഡുകൾ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചന്ദ്രമാഷോട് പറഞ്ഞു, 3 വ്യക്തികൾക്ക് കിട്ടിയതില്ല എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത്. ഒന്ന് എൻ്റെ തൊട്ട അയൽവാസിയായ എൻ്റെ ജ്യേഷ്ഠനെ പോലെയുള്ള എൻ്റെ സീനിയറായി പഠിച്ച പത്മശ്രീ ഡോക്ടർ ടി പ്രദീപ്, വലിയ സയൻറ്റിസ്റ്റാണ്. അദ്ദേഹത്തിന് ശാസ്ത്രരംഗത്ത് അദ്ദേഹം നടത്തിയ നാനോ
ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ശുദ്ധമായ വെള്ളം എങ്ങനെ പിന്നെ അതും വേറെ പ്രശ്നമാണ്. ഭക്ഷണം പോലെ തന്നെ അതിനേക്കാൾ അപ്പുറത്ത് വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ടല്ലോ. ആ വെള്ളം ശുദ്ധീകരിക്കാനുള്ള വലിയ ഒരു വഴി കണ്ടുപിടിച്ച് ലോകശ്രദ്ധ നേടിയ സയൻറ്റിസ്റ്റിന് കിട്ടി. മറ്റൊന്ന്, ഞങ്ങളുടെയൊക്കെ ഈ നാടിൻ്റെ അധ്യാപകനായ 104-ാം വയസ്സിൽ കഴിഞ്ഞ ജൂൺ 27-ന് നിര്യാതനായ ചിത്ര നമ്പൂതിരിപ്പാട് മാഷക്ക് കിട്ടിയ ഒരു അവാർഡാണ്. മറ്റൊന്ന്, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ജാമേട്ടന് കിട്ടിയ അവാർഡ്. മറ്റ് രണ്ടാളുകളും എനിക്ക് ഈ പറഞ്ഞ പോലെ വളരെ അടുത്ത ബന്ധമുള്ള, എന്നും എന്ന പോലെ കാണുന്ന ആളുകളായിരുന്നു. ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് അവാർഡ് കിട്ടിയപ്പോൾ സന്തോഷം തോന്നിയത് ആ അവാർഡ് നമ്മുടെ കർഷകനായിട്ടുള്ള രാമേട്ടന് കിട്ടിയെന്നുള്ളത് തന്നെയാണ്. ആ രാമേട്ടന് ആ കർഷക അവാർഡ് കിട്ടുമ്പോൾ അത് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്, നമ്മുടെ രാജ്യം ഈ കാർഷിക മേഖലയെ അംഗീകരിക്കുന്ന, നമ്മുടെയൊക്കെ നിലനിൽപ്പിനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടുള്ള കാർഷിക മേഖലയെ അംഗീകരിക്കുന്ന ഒരു അവാർഡായിട്ട് തന്നെ നമുക്ക് കാണാം. അദ്ദേഹത്തെ ഈ ചടങ്ങിൽ പങ്കെടുത്തതിൽ വലിയ സന്തോഷം. എന്തായാലും 2 ദിവസം നിങ്ങൾക്ക് അസൗകര്യങ്ങളുടെ ഇടയിലുള്ള എല്ലാ സൗകര്യങ്ങളും, വലിയൊരു AC ഹോളൊക്കെ വാടകയ്ക്ക് എടുത്ത് വേണമെങ്കിൽ നമുക്ക് നടത്താം. ഹോട്ടൽ മുറികൾ നിങ്ങൾക്ക് താമസിക്കാൻ സൗകര്യം ഉണ്ടാക്കാം. പക്ഷെ അതിനേക്കാൾ ജൈവ സൗന്ദര്യം കിട്ടുക ഇതുപോലെ ഗ്രാമീണതയുടെ ഉള്ളിൽ, ഈ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഈ ഒരു കലാലയത്തിൽ വെച്ച് ഇവിടുത്തെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഒത്തുകൂടുമ്പോഴാണ് ഇന്നും നാളെയും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല 2 ദിവസങ്ങളായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ഉള്ള സൗകര്യങ്ങൾ പരമാവധി നിങ്ങൾക്ക് ലഭ്യമാക്കാൻ ഞങ്ങൾ നടത്തിയ ശ്രമങ്ങളെ നിങ്ങൾ അംഗീകരിക്കുമെന്നും അസൗകര്യങ്ങൾ ഇതിനിടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അപ്പപ്പോൾ പരിഹരിക്കാൻ പറ്റുന്നതൊക്കെ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിന് ആശംസകൾ അർപ്പിക്കേണ്ട ആളല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ആശംസകൾ അർപ്പിക്കാതെ ഇതൊരു വലിയ വിജയമാകട്ടെ, നമ്മുടെ ഈ ദൗത്യം, ശ്രമം വലിയ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിക്കില്ല, പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. യോഗാധ്യക്ഷൻ ശ്രീ കെ പ്രഭാകരൻ ഈ സമ്മേളനത്തെ തൻ്റെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന ശ്രീ ചെറുവേൽ രാമേട്ടൻ സമ്മേളനത്തിൽ പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്യാൻ എത്തി. ആ ബാറ്റൺ സമ്മേളനത്തിൻ്റെ ഔചിത്യം, മര്യാദ മനസ്സിലാക്കിക്കൊണ്ട് ചെറുവേൽ രാമേട്ടനെ ഏൽപ്പിച്ചു കൊടുത്ത ശ്രീ KT ജലീൽ MLA, ഈ സ്വാഗതം സംഘം കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ അടാട്ട് വാസുദേവൻ, സ്വാഗത പ്രസംഗം ആശംസിച്ച ഈ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറും സ്വാഗത സംഘത്തിൻ്റെ ജനറൽ കൺവീനറും കേരള ജൈവകർഷക സമിതിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റുമായിട്ടുള്ള K. ചന്ദ്രൻ മാസ്റ്റർ, ഒരേ ഭൂമി ഒരേ ജീവൻ്റെ പ്രസിഡൻറ്റും കേരള ജൈവകർഷക സമിതിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റുമായിട്ടുള്ള ശ്രീമതി ഖദീജ നർഗീസ്, മലപ്പുറം കേരള ജൈവകർഷകരുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ സാരഥികൾ OP വേലായുധൻ, പ്രൊഫസർ ഹാറൂൺ മാഷ്, കൃഷി വകുപ്പിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള PV വിജീഷ്, MP സുരേന്ദ്രൻ, മലപ്പുറത്തിൻ്റെ ജൈവകർഷക സമിതിയുടെ ജില്ലാ ട്രഷറർ VP ഗംഗാധരൻ, ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഈ സമ്മേളനത്തിന് പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള, വിവിധ ജില്ലകളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള ജൈവകർഷക സമിതിയുടെ അംഗങ്ങൾ, നേതാക്കൾ, പ്രവർത്തകർ, മറ്റ് സഹോദര സംഘടനകളെ പ്രതിനിധീകരിച്ചിട്ടുള്ള ഹോപ്പ് പോലുള്ള സംഘടനകളുടെ ആൾക്കാർ ഇവിടെയുണ്ട്. അത്തരം സംഘടനകളുടെ പ്രവർത്തകർ, നല്ലവരായ നാട്ടുകാർ, എല്ലാവരെയും ഈ സമ്മേളനത്തിന് ആശംസ അർപ്പിക്കാനല്ല, മറിച്ച് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് ഇതിനെ ധന്യമാക്കാൻ എത്തിച്ചേർന്നിട്ടുള്ളതിൽ അവരോട് കേരള ജൈവകർഷക സമിതിക്കുള്ള അങ്ങേയറ്റത്തെ കടപ്പാട് രേഖപ്പെടുത്താനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. മാത്രമല്ല, ഇന്നലെ രാവിലെ ഞാൻ ഇവിടെ വന്നത് മുതൽ ജൈവകർഷക സമിതിയുടെ പ്രവർത്തകരാണ് ആരാണ്, സംഘാടക സമിതിയുടെ പ്രവർത്തകരാരാണ് എന്ന് തിരിച്ചറിയാൻ ആവാത്ത വിധം, സംഘാടക സമിതിയിൽ സ്വാഭാവികമായിട്ടും കേരള ജൈവകർഷക സമിതിയുടെ പ്രവർത്തകരുണ്ട്, പക്ഷേ അതിന് പുറത്തുള്ള ആൾക്കാരുമുണ്ട്. പക്ഷേ അവരിപ്പോൾ കേരള ജൈവകർഷക സമിതിയുടെ പ്രവർത്തകരെ പോലെ
നമ്മളോടൊപ്പം ഓടി നടന്ന് ഇതിനെ സമ്മേളനം വിജയിപ്പിക്കാൻ ഈ മലപ്പുറത്തെ പ്രവർത്തകരേക്കാൾ മുന്നിലായിട്ട് അവരാണുള്ളത്. അവരോടുള്ള നമ്മുടെ കടപ്പാട് രേഖപ്പെടുത്താനും ഈ സമിതിക്ക് വേണ്ടിയിട്ട് കേരള ജൈവകർഷക സമിതിയുടെ സെക്രട്ടറി എന്ന നിലയിൽ ആ കടപ്പാട് ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഈ കേരള ജൈവകർഷക സമിതി കഴിഞ്ഞ 32 വർഷമായിട്ട് പരിസ്ഥിതി, ആരോഗ്യം, കൃഷി എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചു വരികയാണ്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ ആൾക്കാർക്കുണ്ടാകുന്ന ഒരു ചിന്താഗതി ചില ട്രേഡ് യൂണിയനുകളെ പോലെ ജൈവ കർഷകരെ എന്തോ ഉടലോടെ സ്വർഗത്ത് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സംഘടനയാണെന്നാണ്. എന്നാൽ അത് അതിൻ്റെ ലക്ഷ്യമല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനുപരിയായിട്ട് ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന ചുമതല. അതിലും ഉപരിയായിട്ട് പരിസ്ഥിതി സംരക്ഷിക്കുക എന്നുള്ളതാണ്. എന്താണ് രാസവളം ഉപയോഗിച്ച് കൃഷി ചെയ്താലുള്ള കുഴപ്പം? രാസവളം കീടനാശിനി ഉപയോഗിച്ചാലുള്ള കുഴപ്പം മണ്ണിലേക്ക് നിരന്തരമായിട്ട് വിഷം കലർത്തിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണിൽ ഇടുന്ന ഈ രാസവളമായിട്ടിടുന്ന കീടനാശിനിയായിട്ടിടുന്ന വിഷം വായുവിലും ജലത്തിലും മണ്ണിൽ മാത്രമല്ല കലരുകയാണ്. അതോടെ അന്തരീക്ഷം മൊത്തത്തിൽ മലിനമാക്കപ്പെടുന്ന ഒരു കൃഷി സമ്പ്രദായത്തിനെതിരായിട്ട് ജൈവ കൃഷിയെ സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ് കേരള ജൈവകർഷക സമിതിയുടെ മൗലികമായ ഉദ്ദേശം. അപ്പോൾ അത് ആ പരിസ്ഥിതി സംരക്ഷണത്തിൽ ജൈവകൃഷിക്ക് പ്രാധാന്യമുണ്ടെങ്കിൽ ജൈവകൃഷിയെ സംരക്ഷിക്കണം, ജൈവ കർഷകരെ സംരക്ഷിച്ചേ പറ്റും. അതിനുവേണ്ടി അഹോരാത്രം പോരാടുന്ന കേരള ജൈവകർഷക സമിതിയുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ മഹനീയമായ സന്ദർഭത്തിലെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന എടപ്പാൾ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ കെ പ്രഭാകരൻ, നമുക്ക് മുഖ്യ പ്രഭാഷണം നടത്തിയ ശ്രീ ചെറുവയൽ രാമൻ, അതുപോലെ തന്നെ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ ശ്രീ അഡാട്ട് വാസുദേവൻ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, 32ാം സംസ്ഥാന സമ്മേളനം നടത്തുന്ന ഈ സമയത്ത് നേരത്തെ നമ്മുടെ രാമേട്ടൻ പറഞ്ഞത് തന്നെയാണ് പറയാനുള്ളത്. ലക്ഷം ലക്ഷം പിന്നാലെ എന്തിനു വേണ്ടി മനുഷ്യർ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ചെയ്ത കുറ്റങ്ങൾ. തീർച്ചയായിട്ടും എന്തിനും മരുന്നില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ഒരു ചെറിയ പനി വരുമ്പോൾ പോലും അതിനും വേണം ഇംഗ്ലീഷ് മരുന്ന് തന്നെ. പിന്നെയോ ഭക്ഷണം എന്ന് പറയുന്നതോ ഇന്ന് മുഴുവൻ ഏതെങ്കിലും കഫേകളിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കടകളിൽ കിട്ടുന്നത് മാത്രം ആരെങ്കിലും ഉണ്ടാക്കി വെച്ചത്, പഴങ്ങളും മറ്റുമാണെങ്കിലോ വിദേശങ്ങളിൽ നിന്ന് വരുന്നത്. അങ്ങനെ നമ്മുടെ തനതായ നമ്മുടെ പ്രദേശത്തെ നമ്മുടെ സ്വാഭാവികതയെ മറന്ന് ജീവിച്ചതിൻ്റെ ഫലം നമ്മൾ പലതുകൊണ്ടും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ മനോഹരമായ ഈ യൂണിവേഴ്സ്, ഈ ഭൂമി പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വേനൽ, പ്രളയങ്ങൾ എല്ലാം മറ്റ് പലതരത്തിലും. എന്തിനധികം പറയുന്നു, നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് നോക്കൂ, എനിക്ക് പറയാൻ സമയമില്ല, പക്ഷെ പറഞ്ഞു പോവാണ്. അതായത് നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് ഉറുമ്പൊക്കെ വളരെ കുറവായിരുന്നു. ആ ഉറുമ്പിനെ അന്നൊക്കെ നമുക്ക് ഉറുമ്പ് പൊടി വാങ്ങിയിടും, എന്തുമാത്രം പറയാണ്ട് വാരിയിടുക. ഇന്ന് എവിടെ ഉറുമ്പിൻ്റെ പൊടി ഇട്ടിട്ടും ഉറുമ്പ് പോകുന്നില്ല കേട്ടോ, അവൻ ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. അതിന് പുറമെ ഈച്ചകൾ, ഇങ്ങനെ ഓരോ ജീവികളും അവരുടെ തനതായ രൂപം വിട്ട് ഒരു വികൃതമായ രീതിയിലായിട്ട് നമ്മെ ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. എന്നിട്ടും നമുക്ക് വേണ്ടത് വികസനം. ഈ ഭൂമിയെ അങ്ങോട്ട് കരണ്ട് തിന്ന് ഇതിലെ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളും അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി, അങ്ങനെ വീടുകളാണെങ്കിൽ 12,000-15,000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടുകളുണ്ടാക്കി, കല്യാണങ്ങളാണെങ്കിൽ 10-20 ദിവസം നടക്കുന്ന കല്യാണങ്ങൾ. ഇങ്ങനെ മനുഷ്യനായ അവസ്ഥയിൽ നിന്ന് വിട്ടുകൊണ്ട് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കേരള ജൈവകർഷക സമിതി 32 വർഷമായി അത് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. വളരെ കൃത്യമായിട്ട്
എന്താണ് ഞങ്ങൾ പറയേണ്ടത്, എന്താണ് നമുക്ക് ഭൂമിയിൽ ചെയ്യേണ്ടത്, നമ്മളുടെ ക്ഷേമം എന്താണ്, നമുക്കെന്താണ് സമാധാനവും അതുപോലെ തന്നെ സന്തോഷം ഉണ്ടാക്കേണ്ടത്, ഒരു രോഗമില്ലാത്ത വീട് ഉണ്ടാക്കേണ്ടത്, അല്ലാതെ ഒരു പനി വരുമ്പോഴേക്ക് അല്ലെങ്കിൽ അവിടെ ഒരു രോഗം വരുമ്പോഴേക്ക് കുത്തിവയ്പ്പുമായിട്ടുള്ള പല വാക്സിനേഷൻ വരുമ്പോൾ അതൊക്കെ എടുത്ത് ഇന്നെല്ലാം നമുക്കറിയാം, ഞാനതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. പക്ഷേ ഓരോ സമയങ്ങളിൽ പിൻവലിച്ചു തുടങ്ങിയപ്പോഴാണ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഒരു സന്ദർഭത്തിൽ ഒന്ന് മാത്രമാണ്. 32ാം സംസ്ഥാന സമ്മേളനം നടത്തുമ്പോൾ കേരളത്തിൽ ജൈവ കർഷക സമിതിയോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന മറ്റൊന്നാണ് ഒരേ ഭൂമി ഒരേ ജീവൻ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഞാൻ ഒരേ ഭൂമി ഒരേ ജീവൻ എന്ന് പറയുന്ന മാഗസിൻ്റെ പണം അടയ്ക്കാൻ വേണ്ടിയിട്ട് ബാങ്കിൽ പോകും. പലപ്പോഴും പല ബാങ്കുകളിലൊക്കെ പോകേണ്ടി വരും. ഈ ഒരേ ഭൂമി ഒരേ ജീവൻ എന്ന് ഇത് നോക്കിയിട്ട് അവർ എന്നെ ഒന്ന് നോക്കും അടിമൂടി. എന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല കേട്ടോ, അവർ നോക്കണത് എന്താണ്. ഒരേ ഭൂമി ഒരേ ജീവൻ. എനിക്കാണെങ്കിൽ ആ പേരെന്ന് പറഞ്ഞാൽ ജീവൻ്റെ ജീവനാണ്. എന്തുകൊണ്ടാണ്? ഈ ഭൂമിയിലെ ഓരോ ജീവനും നമ്മൾ ഒന്നാണ്. ഒരേ ഭൂമിയും നമ്മൾ ഒന്നാണ്. അതിലുള്ള എല്ലാ ജീവജാലങ്ങളും ഒന്നാണെന്നുള്ള ആ ഒരു വലിയ സന്തോഷമാണ് എന്നെയും സന്തോഷിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, പ്രപഞ്ചത്തെ. അപ്പോൾ ആ സൃഷ്ടിയെ എങ്ങനെ കാത്തു സൂക്ഷിക്കണമെന്നാണ് കേരള ജൈവ കർഷക സമിതിയും ഒരേ ഭൂമി ഒരേ ജീവനും പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലൊന്ന് മാത്രം ഞാൻ സൂചിപ്പിച്ച് എൻ്റെ വാക്കുകൾ നിർത്താം. ഇവിടെ ഇതൊക്കെ നടക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കുമുള്ള കർത്തവ്യങ്ങൾ ഇത് ആരും ആരെയും കൊണ്ടും ചെയ്യിക്കുന്നതല്ല. സ്വമേധയാ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. എൻ്റെ ഭക്ഷണം എന്തായിരിക്കണം, എന്തുകൊണ്ടാണ് എൻ്റെ വയറിന് പറ്റാത്ത ഭക്ഷണം, അല്ലെങ്കിൽ എന്താണ് എനിക്ക് അസിഡിറ്റി ഇത്ര കൂടാൻ കാരണം, എന്താണ് എനിക്ക് പ്രമേഹം വരാണ്ടായ കാര്യം, എന്താണ് പ്രഷർ വന്നത് പോയി, ഇത് ഞാനാണ് ആലോചിക്കേണ്ടത്. അല്ലാണ്ട് ഇവിടുത്തെ ഏതെങ്കിലും ഡോക്ടർമാർക്കോ അല്ലെങ്കിൽ വേറെ ആർക്കോ അതൊന്നും ചെയ്യാൻ സാധ്യമല്ല. സ്വയമാണ് നമ്മെ രക്ഷിക്കേണ്ടത്. നമ്മൾ തന്നെയാണ് നമ്മുടെ രക്ഷകർ. അതിന് വേണ്ടത് നമ്മൾ നമ്മുടെ ഭൂമിയിലേക്ക് ഇറങ്ങി നമുക്ക് വേണ്ട ഭക്ഷ്യ സാധനങ്ങൾ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കണം. അത് പഠിക്കണം. അത് പഠിക്കാനുള്ള പാഠങ്ങളാണ് ഞങ്ങൾ പകർന്നു കൊടുക്കുന്നത് കേരള ജൈവ കർഷക സമിതി. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ഇതിലേക്ക് കടന്നു വരാൻ എല്ലാവർക്കും എന്തോ മടിയാണ്, അറപ്പാണ്. നേരത്തെ ഇവിടെ എടപ്പാൾ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് പറഞ്ഞ് എനിക്ക് വളരെ ഇഷ്ടമായി. ഇതുപോലെ ഓരോ പഞ്ചായത്തുകൾ ഏറ്റെടുത്തെങ്കിൽ ഓരോ വാർഡുകളിലും തങ്ങൾക്ക് വേണ്ട ആ വാർഡുകളിലേക്ക് വേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ ഓരോ വീടുകളും സ്വയം പര്യാപ്തമായെങ്കിൽ ആരാണ് നമ്മെ തോൽപ്പിക്കാൻ വരിക? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആരാ നമുക്ക് തോൽപ്പിക്കാൻ വരിക? എവിടെ നിന്നാണ് നമുക്ക് രോഗം വരിക? എവിടെ നിന്നാണ് നമ്മളെ മുമ്പിലേക്ക് നിങ്ങളുടെ ഭക്ഷണം എന്ന് പറഞ്ഞ് കൈ നീട്ടി വരിക? ഇല്ല, നാം സ്വയം പര്യാപ്തമാകുക. അതിനുള്ള പാഠങ്ങളാണ് ഇവിടെ പറയുന്നത്. ആ പാഠങ്ങൾ പഠിക്കാനും അതിനു വേണ്ടി ഓരോ ദിവസത്തെയും കാണുകയും ഇത്തരം ഒരു സമ്മേളനത്തിലേക്ക് എല്ലാവരും ഞങ്ങളുടെ ഒരു വിളി കേട്ട് ഇവിടെ എത്തപ്പെടുകയും ചെയ്തതിന് ഏറെ സന്തോഷമുണ്ട്. എല്ലാവിധ അഭിനന്ദനങ്ങളും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇനിയുള്ള നിമിഷങ്ങൾ ഒരിക്കലും അത് പാഴാക്കാതെ, ഞങ്ങളാണ് ഈ ഭൂമിയുടെ കാവൽക്കാരൻ, ഞങ്ങളാണ് ഈ രാഷ്ട്രത്തിൻ്റെ നിർമ്മാതാക്കൾ. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും, ഞാനൊന്നും ആരെയും പറയില്ല, ഞാനും ഒരു വലിയ രാഷ്ട്രീയക്കാരിയാണ്. അതുകൊണ്ട് തന്നെ പറയാണ്, ഒരു രാഷ്ട്രീയക്കാരേനെയും ഒരാളെയും ആശ്രയിക്കേണ്ട ആവശ്യം നമുക്കില്ല. സ്വയം പര്യാപ്തമാവാൻ ഒരു കൂട്ടം ജനങ്ങൾ ഒന്നിക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട ഭക്ഷണങ്ങളും നമുക്ക് വേണ്ട വെള്ളവും നമുക്ക് വേണ്ട മറ്റു പദാർത്ഥങ്ങളും സ്വച്ഛന്തമായ വായുവും ഒക്കെ വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഈ സമ്മേളനം അതിനു വേണ്ടിയാണ്. നിങ്ങളൊക്കെ അതിനുവേണ്ടി കാതോർക്കുകയും ഞങ്ങളോടൊപ്പം അണിചേരുകയും ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങളോട് അന്വേഷിക്കുകയും ചെയ്യണമെന്നുള്ള ഒറ്റ അഭ്യർത്ഥന എനിക്കുള്ളൂ. അതോടെ ഞാൻ എൻ്റെ എല്ലാ വാക്കുകൾ നിർത്തുന്നു. അഭിനന്ദനങ്ങൾ, ആശംസ. ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഉദ്ഘാടകൻ, മുഖ്യപ്രഭാഷണം നിർവഹിച്ച പത്മശ്രീ ശ്രീരാമൻ അവറുകൾ അടക്കം വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, ഈ സമ്മേളനത്തിൻ്റെ
പ്രതിനിധികളായി എത്തിച്ചേർന്നിട്ടുള്ള കേരള കർഷക സംഘത്തിൻ്റെ പ്രതിനിധികളെ, സുഹൃത്തുക്കളെ, ഇന്ന് ഈ സമ്മേളനം 32ാം സംസ്ഥാന സമ്മേളനമാണ് ഇന്നും നാളെയുമായി ഈ വള്ളത്തോൾ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് വളരെ വിപുലമായ പരിപാടികളോടെ നടത്തപ്പെടുന്നത്. ജൈവകൃഷിയുമായി ബന്ധപ്പെട്ടുള്ള നമ്മളെ ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കൽ, ചർച്ചകൾ, സെമിനാറുകൾ, ഈ സ്റ്റാളുകളൊക്കെ വളരെ വിപുലമായി ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ വളരെ നല്ല നിലയിലാണ് തന്നെയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മളെ ഈ ഓഡിറ്റോറിയം തന്നെ നമ്മൾക്ക് ജൈവകൃഷിയുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ രീതിയിൽ തന്നെയാണ് ഇവിടെ. ഒരു പ്ലാസ്റ്റിക് അതിന് ബാനറോ അങ്ങനത്തെ ഒന്നുമില്ല, എല്ലാം കൈയെഴുത്ത് പോലെ ഉപയോഗിച്ച് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ജൈവകൃഷിയുമായി ബന്ധപ്പെട്ട് നമുക്ക് എൻ്റെ നാട്ടിൽ ഒരുപാട് വർഷം പറയപ്പെടുന്ന പേരാണ് ചന്ദ്രമാഷയുടെ പേര്. ചന്ദ്രമാഷ് കോളേജുകളിലായും സ്കൂളുകളിലായാലും പഞ്ചായത്ത് കൃഷിക്കൂട്ടങ്ങളിലേക്ക് ഒരുപാട് കാലമായി മാഷിൻ്റെ ആശയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാഷിൻ്റെ ആശയങ്ങൾ പറയും, നമ്മളത് കേൾക്കും, നമ്മൾ നാളെ മുതൽ അത് പ്രാവർത്തികമാക്കണമെന്ന് വിചാരിക്കും. പക്ഷേ 2 ദിവസം കഴിഞ്ഞാൽ ആ കാര്യങ്ങളെല്ലാം നമ്മൾ മറന്നു പോകുകയാണ്. നമ്മൾക്ക് ആ പ്രകൃതി ജീവനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇത് ജീവിക്കുന്നത്. നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൽ നല്ല വിഷാംശമുള്ള ആഹാരങ്ങൾ എത്താതെ നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ കഴിക്കുക, ശരീരത്തിന് ദോഷകരമല്ലാത്ത. അപ്പം നമ്മൾക്ക് എന്നും ഇപ്പം ഏതൊരു കല്യാണത്തിന് പോയാൽ പോലും ഈ കോഴി മാംസങ്ങളടങ്ങിയ ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മൾ വയറാണ് നമ്മൾക്ക് ഏറ്റവും അസുഖം ഉണ്ടാക്കുന്നത്. അതിലേക്ക് നല്ല ഭക്ഷണങ്ങൾ ചെല്ലുമ്പോൾ നമ്മൾക്ക് ഒരുപാട് അസുഖങ്ങൾ നമ്മൾക്ക് ഒഴിവാകും. അപ്പം നമ്മൾ ഈ കർഷക സംഘത്തിൻ്റെ ഈ പരിപാടിയുമായി ഒരുപാട് സെമിനാറുകളും ഒരുപാട് ജീവിതാനുഭവങ്ങളൊക്കെ ഇവിടെ നമുക്ക് കേൾക്കാൻ സാധിക്കും. അവരുടെയൊക്കെ വിഷയങ്ങൾ കേട്ടുകൊണ്ട് നമ്മൾ ഇന്നത്തെ തലമുറ, പുതിയ തലമുറയാണ് ഈ കാര്യങ്ങൾ കേൾക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായം. അവരാണ് ഇനി വളർന്നു വരുന്ന തലമുറ. നമ്മളെ ഈ കർഷക സംഘം ജൈവ കർഷക സംഘത്തിൻ്റെ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾക്ക് ഈ പുതിയ തലമുറയെ കേൾപ്പിക്കണം. അവർ അതിൽ മുൻകൈയിട്ട് ഇറങ്ങണം എന്നുകൂടി പറയുന്നു. എടപ്പാളിൽ വെച്ച് ഈ സമ്മേളനം നടത്തിയതിൽ ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിസര പ്രദേശങ്ങളിലുള്ളവർക്ക് നല്ലൊരു ക്ലാസ് കേൾക്കാനുള്ള അവസരം കൂടി ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ പങ്കെടുത്ത ഈ കർഷക സംഘത്തിൻ്റെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായി എത്തിച്ചേർന്നിട്ടുള്ള ഈ ജൈവ കർഷക സംഘത്തിൻ്റെ എല്ലാ പ്രതിനിധികൾക്കും ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് എന്നെ ഈ പ്രോഗ്രാമിന് വിളിച്ചതിന് ഇതിൻ്റെ ചന്ദ്രമാഷിന് പ്രത്യേകം നന്ദി പറയണം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അതുപോലെ തന്നെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ശ്രീ ചെറുവയൽ രാമേട്ടൻ, മുഖ്യപ്രഭാഷണം നടത്തിയ ശ്രീ A.T. ജലീൽ സാർ, അതുപോലെ തന്നെ വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഈ ഒരു സദസ്സ് കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട്. പക്ഷേ അതിൻ്റെ അത്ര തന്നെ എനിക്ക് കുറേ സംശയങ്ങളുമുണ്ട്. ഞാൻ ആദ്യം നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. ഞാനൊരു 30 വർഷം മുന്നേ ഇതിൽ തവളയെ പിടിച്ച് വിറ്റ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിലൊന്ന് കൈപ്പൊക്കാമോ? തവളയെ പിടിച്ച് വിറ്റവർ പാടത്ത് നിന്ന് ഉണ്ടല്ലേ? ആ തവളയെ പിടിച്ച് വിറ്റത് ഇപ്പം എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? നമ്മളെ പാടത്തൊക്കെ ഉണ്ടായിരുന്ന തവളയാണ് ഏറ്റവും കൂടുതൽ പ്രാണികളൊക്കെ തിന്നിരുന്നത്. പല മൾട്ടിനാഷണൽ കമ്പനികളും ഇവിടെ വന്ന് അവരുടെ പെസ്റ്റിസൈഡ് അല്ലെങ്കിൽ കീടനാശിനികൾ വിറ്റ് അഴിക്കാൻ പറ്റാത്തൊരിടമായിരുന്നു നമ്മുടെ കേരളം. അവർ സർവേ നടത്തിയപ്പോൾ, ഞാൻ വളരെ ചുരുക്കി പറയാം, അവർ സർവേ നടത്തിയപ്പോൾ ഇതിന് കാരണം എന്താണെന്ന് അവർ തന്നെ കണ്ടുപിടിച്ചു. കാരണം കീടനാശിനികളൊന്നും ഇവിടെ ഉപയോഗിക്കാതെ തന്നെ ഇവിടെ കീടങ്ങളൊന്നുമില്ല, ചെടികൾ നെൽകൃഷി നന്നായിട്ട് വളരുന്നതായിട്ട് അവർ കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ നന്നായിട്ട് ഈ കീടനാശിനികൾ ഉപയോഗിക്കാത്തത് എന്ന് അവർ മനസ്സിലാക്കിയത്. ഇവിടെ ഏറ്റവും കൂടുതൽ പാടത്ത് തവളകളുള്ളതാണെന്ന് അവർക്ക് മനസ്സിലായി. ഉടൻ തന്നെ അവർ ഒരു തവളയെ പിടിച്ചു കൊടുത്താൽ അന്ന് 50 രൂപയ്ക്കായിരുന്നു തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല, നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അവർ നമ്മുടെ
പാടത്തുള്ള എല്ലാ തവളയും പിടിപ്പിച്ചു. ഇപ്പോൾ പാടത്ത് നോക്കിയ തവളയൊന്നുമില്ല. അപ്പോൾ അതോടുകൂടെ നമ്മളെ കീടങ്ങൾ വർദ്ധിച്ചു. കീടങ്ങൾ വർദ്ധിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും വിളകൾ കുറഞ്ഞപ്പോൾ നമ്മൾ കൂടുതൽ അവരുടെ പ്രൊഡക്റ്റുകൾ, ഈ മൾട്ടിനാഷണൽ കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ, കീടനാശിനികൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കീടനാശിനികൾ ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. നമ്മൾ എപ്പോഴും പച്ചക്കറീനെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. ജൈവ കൃഷി, പച്ചക്കറി കൃഷി ചെയ്യണം, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കീടനാശിനികൾ അടിച്ച പച്ചക്കറികളാണ് വരുന്നതെന്ന്. പക്ഷെ നമ്മളിവിടെ ഉണ്ടാക്കുന്ന നെല്ലിൽ എത്ര ടണ്ണാണ് ഇവിടെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല ബോധ്യമുണ്ടോ? ഇപ്പം കീടനാശിനികൾ വരുന്നത് ബോട്ടിലുകളിലല്ല, ചെറിയ ചെറിയ പാക്കറ്റ് വളങ്ങൾ പോലെയാണ്. എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. അടാട്ട് ആണോ സാർ? അടാട്ടല്ലേ? അടാട്ട് പാടശേഖരത്തിൽ. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ കോൾ നിലങ്ങൾ 10,000 ഹെക്ടറോളം കോൾ നിലങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ എത്ര ടണ്ണ് ലോണ്ടെക്സ് പവർ, സാത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കളകളെ നശിപ്പിക്കാനുള്ള മരുന്നുകൾ, അതൊക്കെ വളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്തിടുകയാണ്. അതുകൊണ്ട് അറിയില്ല ഇത് നമ്മുടെ കീടനാശിനി തളിക്കുന്നതല്ലേ കണ്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ രാസവളങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മുടെ വാഗണിലാണ്. 1200 ടണ്ണ് 1500 ടണ്ണ് വാഗണിലാണ്. ഞാൻ ഫാക്ടറിയിൽ മാനേജറായിരുന്നു കുറച്ച് കാലം. ആ സമയത്ത് നമ്മുടെ ഈ തൃശ്ശൂർ ഉപയോഗിക്കുന്നത് ഒരു വാഗണിൽ വരുന്ന ഫാക്ടം ഫോസും പൊട്ടാഷും യൂറിയയും അടങ്ങുന്ന രാസവളങ്ങൾ ടണ്ണ് കണക്കിനാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലും മലപ്പുറം ജില്ലയിലും ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ആശങ്ക എന്ന് പറയുന്നത്, ഇപ്പോൾ രാമേട്ടൻ പറഞ്ഞ പോലെ ഈ ഒരു കുറച്ച് പേരല്ല നമ്മുടെ കൂടെ വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ 140 കോടി ജനങ്ങൾ എല്ലാവരും വിചാരിച്ചാലാണ് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ആശങ്ക ഞാൻ ഈ വേദിയിൽ വെക്കുകയാണ്. കാരണം നമ്മൾ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കറക്റ്റ് അറിയാൻ പറ്റും എത്രത്തോളം കീടനാശിനികളും രാസവളങ്ങളും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ഉദ്യമത്തിൽ എല്ലാവരും പങ്കാളികളാവട്ടെ. ഈ ഒരു ഉദ്യമത്തിന് എല്ലാവിധ ആശംസയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു പകരക്കാരനായിട്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ പ്രഭാകരൻ, അതുപോലെ ഇത് ഉദ്ഘാടനം ചെയ്തു പോയ നമ്മുടെ മന്ത്രി MLA KT ജലീൽ, നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഇന്നത്തെ അതിഥിയും മുഖ്യപ്രഭാഷണം നടത്തിയ നമ്മുടെ പത്മശ്രീ ചെറുവയൽ രാമേട്ടൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവർ, ഈ രാമേട്ടൻ്റെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ ഇന്നൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. കാരണം നമ്മോടൊപ്പം തന്നെ കുറച്ച് വിദ്യാർത്ഥികളും ഈ സമ്മേളനത്തിൽ ഭാഗവാക്കാവുന്നതും ചെറിയ കാര്യമല്ല. ഈ പറഞ്ഞതുപോലെ നമ്മൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് കേരളത്തിൽ ഏറ്റവും ക്രൂരമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് ഒന്നിനും സമയമില്ല. അവർക്ക് രാവിലെ മുതൽ രാത്രി വരെ അവർക്ക് വിദ്യാഭ്യാസമാണ്. അപ്പം അതുകൊണ്ട് അവർ ചുറ്റുമുള്ള കാക്കയെ പോലും ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് എൻ്റെ ഒരു അനുഭവം. അവർക്ക് കാക്കയെ അറിയില്ല, അവർക്ക് ശരിക്കും പൂച്ചയെ അറിയില്ല, അവർക്ക് പൂമ്പാറ്റകളെ അറിയില്ല, പുൽച്ചാടികളെ അറിയില്ല. നേരത്തെ ഈ നമ്മുടെ വിജയ് സാറ് പറഞ്ഞതുപോലെ അവർക്ക് തവളകളെ അറിയില്ല, ഒന്നും അറിയില്ല. നമ്മളവർക്ക് കൊടുത്തിട്ടുള്ളത് മൊബൈലാണ്. മൊബൈൽ മാത്രം കൊടുത്തുകൊണ്ട് നമ്മളവരെ കുറ്റം പറയുകയാണ്. അവരൊന്നിനും കൊള്ളാത്തവരാണ്, അവർ ഈ ഭൂമിയെ ശ്രദ്ധിക്കാത്തവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളവർക്ക് കൊടുത്തിട്ടുള്ള കുറേ അരുതാത്തതാണ് നമ്മൾ കൊടുക്കുന്നത്. മരം കയറുമ്പോൾ നമ്മളവരോട് പറഞ്ഞു കയറരുത്, വീണ് എല്ല് പൊട്ടും. ചെളിയിൽ നടക്കുമ്പോൾ പറഞ്ഞു അരുത്, അതിൽ നിനക്ക് രോഗങ്ങൾ വരും. മഴ കൊള്ളുമ്പോൾ അവരോട് പറഞ്ഞു മഴ കൊള്ളരുത്. ഒരുപാട് അരുതാത്തത് ആണ് നമ്മൾ കുട്ടികൾക്ക് പകർന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ അരുതാത്തത് മാത്രം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികൾ ഈ രാജ്യത്തിന് എന്ത് സംഭാവനയാണ് നൽകുക? അപ്പോൾ അതുകൊണ്ട്
ഈ സമ്മേളനത്തോടൊപ്പം തന്നെ അതിയായ സന്തോഷമുള്ളത് അവർ ഈ നമ്മുടെ ഈ എന്തെങ്കിലും വാക്കുകൾ അവർ പിന്നെ ചെവിക്കൊള്ളും, അവർ ഉൾക്കൊള്ളും എന്നതാണ്. അപ്പം അവരോട് പറയുക, നമ്മുടെ കുട്ടികളോട്, പേരക്കുട്ടികളോട് പറയുക, ഈ നമ്മുടെ ചുറ്റുമുള്ള ഇപ്പോൾ ഈ ഒരു നമ്മുടെ സ്കൂൾ കോമ്പൗണ്ട് ജൈവ വൈവിധ്യങ്ങളുടെ മേഖലയാണ്. ഞങ്ങൾ 2 ദിവസം മുമ്പ് വന്നപ്പോൾ ഒരുപാട് ഔഷധ സസ്യങ്ങൾ, അതായത് തഴുതാമ മുതൽ കിരിയാത്ത വരെ, നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയ പുളിവെണ്ട വരെ ഈ കോമ്പൗണ്ടിൽ എനിക്ക് കാണാൻ പറ്റി. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കുട്ടികളോട് പറയുക, കുട്ടികളോട് പറഞ്ഞ് അവരെ ഒരു കൃഷിക്കാരുടെ ഒരു 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 മൈൻഡിലേക്ക് നമ്മൾ എത്തിക്കുക. ഇതാണ് നമുക്ക് ഈ നാടിനോട് ചെയ്യാനുള്ളത്. കാരണം നമ്മൾ അത്യന്തം നമ്മൾ പറഞ്ഞ് കൊട്ടിഘോഷിച്ചിരിക്കുന്ന രോഗങ്ങളൊക്കെ ക്രമേണ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കോളറ പോലും തിരിച്ചു വന്നു എന്നാണ് നമുക്ക് റേഡിയോ ശ്രദ്ധിക്കുന്ന, വാർത്തകൾ ശ്രദ്ധിക്കുന്ന എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഒരുപാട് രോഗങ്ങൾ തിരിച്ചു വന്നു. കൊറോണക്കാലം നമ്മൾ മറന്നു വിട്ടതാണ്. നമ്മളെ വെള്ളപ്പൊക്കക്കാലം നമ്മൾ മറന്നു വിട്ടതുപോലെ നമ്മളുടെ കൊറോണക്കാലവും നമ്മൾ മറന്നു വിട്ടു. കൊറോണക്കാലം എനിക്ക് ഓർമ്മ വരുന്നത്, ഈ എൻ്റെ ഇവിടെയുള്ളൊരു സഹോദരി പറഞ്ഞത്, ഏട്ടാ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ അപ്പം എൻ്റെ മോൻ കഴിച്ചു, ഇന്ന് ഞാൻ ഉണ്ടാക്കിയ കഞ്ഞി എൻ്റെ മകൻ കഴിച്ചു. അതിൻ്റെ മുമ്പ് എന്താ മകൻ ചെയ്തിരുന്നത്? അച്ഛൻ സമ്പാദിച്ചു വെച്ച അല്ലെങ്കിൽ അച്ഛൻ കൊടുത്തയച്ച നോട്ടുകെട്ടുകളിൽ നിന്ന് 500 രൂപ ഒരു വലി വലിച്ചിട്ട് അവൻ എടപ്പാളിലെ അങ്ങാടിയിലേക്ക് പോകും. നേരത്തെ ചെറുവയൽ രാമേട്ടൻ പറഞ്ഞതുപോലെ അവൻ ഇഷ്ടംപോലെ ഷവർമ്മ കഴിക്കും, ഇഷ്ടംപോലെ കുഴിമന്തി കഴിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വലിയ വ്യത്യാസം വന്ന കാലഘട്ടമായിരുന്നു നമ്മളുടെ കൊറോണ കാലഘട്ടം. അപ്പോൾ നമുക്ക് നമ്മുടെ ഭൂമി നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. അത് തന്നെയാണ് നമ്മളുടെ പ്രതിജ്ഞ. ഈ ഒരു സമ്മേളനത്തിൻ്റെ പ്രതിജ്ഞയും അത് തന്നെയാണ്, നമുക്ക് തിരിച്ചു പിടിക്കേണ്ടത്. നേരത്തെ KT ജലീൽ സാർ പറഞ്ഞല്ലോ, ഒരു കഷ്ണം ചെങ്കല്ല് വെട്ടാനുള്ള സ്ഥലം ഈ മലപ്പുറം ജില്ലയിലില്ല. ഇത് വരുന്നത് കാസർഗോഡ് നിന്നോ അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്നൊക്കെയാണ്. എന്താണ് അവസ്ഥ? അപ്പോൾ വലിയ ഭീകരതയാണ്. നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അത്യന്തം നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. കൂട്ടുകുടുംബ വ്യവസ്ഥകൾ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. ഒരു സംശയം കാര്യത്തിൽ വേണ്ട. കാരണം കേരളത്തിൽ 10-25 ലക്ഷം വീടുകൾ വെറുതെ കിടക്കുന്നു. ഇതുപോലെ ഈ വെട്ടിയെടുത്ത ചെങ്കല്ലും ചുട്ടെടുത്ത ഇഷ്ടികയും ഒക്കെ വെച്ച് നിർമ്മിച്ചുള്ള അതിമനോഹരമായ രമ്യഹർമ്മ്യങ്ങളായിട്ടുള്ള കെട്ടിടങ്ങൾ മനുഷ്യവാസമില്ലാതെ വെറുതെ കിടക്കുന്നു. അവരൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ചർച്ചകൾ നമ്മൾക്ക് ഈ ജൈവ കർഷക വേദിയിൽ നിന്നുകൊണ്ട് നമുക്ക് ഉടലെടുക്കണം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ സമൂഹത്തിന് പകർന്നു കൊടുക്കണം. എന്തായാലും ഇപ്പം അധികം സംസാരിക്കുന്നില്ല. എന്തായാലും ഈ OP വേലായുധൻ അദ്ദേഹമാണ് മലപ്പുറം ജില്ലാ ജൈവ കർഷക സമിതിയുടെ പ്രസിഡന്റ്. അദ്ദേഹമാണ് നിങ്ങളുടെ കഴുത്തിൽ കിടക്കുന്ന ജൈവമായിട്ടുള്ള ഒരു സാധനം നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അത് വെറും ഒരു ബാഡ്ജ് അല്ല, അത് മണ്ണിലിട്ടാൽ മുളച്ചു വരും. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വിശേഷപ്പെട്ട ചില വിത്തുകളുണ്ട്. അത് കൊണ്ടുപോയി നമ്മുടെ മണ്ണിലിടണം. ഇതൊക്കെ പകർന്നു തന്നിട്ടാണ് അദ്ദേഹം പോയത്. അദ്ദേഹം ഒരു പ്രത്യേക ചടങ്ങിന് പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് എന്നെ പകരക്കാരനായിട്ട് നിയോഗിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വാക്കുകൾ കേട്ട നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. പരമകാരുണികനും കരുണാനിധിയുമായ പ്രപഞ്ചനാഥനെ 1000 സ്തുതികൾ അർപ്പിക്കുകയാണ്. അവൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മിൽ സദാസമയവും വർഷിക്കുമാറാകട്ടെ. നോക്കൂ, നിങ്ങൾ ഇന്നലെയും മിഞ്ഞാന്നും 4 നാളും ഒക്കെ നല്ല മഴയാണ്. ഇന്ന് രാവിലെ 8 മണി വരെ നമ്മൾ മഴയത്താണ്. ഇപ്പോൾ അതിനുശേഷം ഈ മഹാസമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി നമ്മളിന്ന് മഴയില്ലാതെ, അതാണ് ആ പ്രപഞ്ചനാഥൻ നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗം എന്ന് മാത്രമല്ല, ആ പ്രപഞ്ചനാഥൻ അറിയാം ഇതിവിടെ നടക്കേണ്ട ഒരു സംഭവമാണ്, ഇത് ഈ ജനങ്ങളിലേക്ക് എത്തേണ്ട സന്ദേശങ്ങളാണ് എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ നമ്മളെ ആ മഴയിൽ നിന്ന് നമുക്ക് മഴ ആവശ്യമുള്ള ആളുകളാണ് നമ്മൾ കർഷകർ. പക്ഷേ ഇന്ന് ഈ പ്രദേശത്ത് മഴ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് നമ്മളെക്കാൾ ആ നാഥൻ അറിയാം എന്നുള്ളത് കൊണ്ടാണ്.
അതുകൊണ്ടാണ് 1000 സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് ആദ്യം എൻ്റെ ഈ നന്ദി പ്രകാശനം ഞാനിവിടെ ആരംഭിക്കുന്നത്. ഈ പരിപാടിയുടെ രജിസ്ട്രേഷൻ ഭംഗിയായി നിർവഹിച്ച നമ്മുടെ സഹോദരങ്ങൾ മുന്നിലിരിക്കുന്നുണ്ട്. അവർക്ക് ആദ്യമായി നന്ദി. അതുപോലെ തന്നെ ഇവിടെ അതിനുശേഷം 9:30 മണിക്ക് 10 മണി വരെ നമ്മൾ ഒരു വിളംബര ജാഥ നടത്തി. ഈ അങ്ങാടിയിലൂടെയൊക്കെയും നടന്ന് നമ്മൾ ഓടി വന്നു. ആ വിളംബര ജാഥയിൽ പങ്കെടുത്ത നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ അനുയായികൾ, നമ്മുടെ സഹോദരൻ, സഹപ്രവർത്തകർ എല്ലാവർക്കും വീണ്ടും വീണ്ടും അതിലേറെ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. നമ്മുടെ ഈ മഹാസമ്മേളനത്തിൻ്റെ 1ാമത്തെ സെഷൻ ഇവിടെ ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ്. ഉദ്ഘാടന സമ്മേളനമാണ് നമ്മളിപ്പോൾ. ജൈവ കർഷക സമിതി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, നമ്മുടെ മെമ്പർമാർക്കറിയാം നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണ്. ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് വേണ്ടി ഒറ്റ വാക്ക് മാത്രം. ഞങ്ങൾ നമ്മുടെ ആധുനിക കർഷകരെ പോലെ വിളവിൽ അല്ല ഞങ്ങൾ പ്രാധാന്യം നൽകുന്നത്. നേരെ മറിച്ച് വിളവുകളുടെ ക്വാളിറ്റിയിലാണ്, അതിൻ്റെ ഗുണങ്ങളിലാണ്. ചവറുകൾ പോലെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ കൊണ്ട് ഭക്ഷിപ്പിക്കുക, അങ്ങനെ അവരെ സോക്കേടുള്ള ആളുകളാക്കി മാറ്റി ആസ്പത്രികളിലേക്ക് തള്ളിവിടുക എന്നുള്ളതല്ല. നേരെ മറിച്ച് ഉണ്ടാക്കുന്ന ഭക്ഷണം അത് വിഷവിമുക്തമാവണം, പോഷണസമ്പന്നമാവണം, കാലാവസ്ഥക്ക് അനുയോജ്യമായിരിക്കണം എന്നിങ്ങനെയുള്ള തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ജൈവകൃഷി നടത്തി. അതിന് ആദ്യം വേണ്ടത് നമ്മുടെ മണ്ണ് നന്നാവുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ വയറിൽ അസിഡിക് ഉണ്ടെങ്കിൽ നമ്മൾ രോഗികളാവുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ മണ്ണ് അസിഡിറ്റി ആയതുകൊണ്ട് എന്താണ് സ്വാഭാവികമായും നമ്മുടെ വിളവുകൾ അസിഡിറ്റി ആവും. അപ്പോൾ നമ്മുടെ പരിസ്ഥിതി നന്നായാൽ കൃഷി നന്നാവും, കൃഷി നന്നായാൽ ആരോഗ്യം നന്നാവും. അതാണ് അതിൻ്റെ ഒരു ചങ്ങല. ആ അവസ്ഥയിൽ ഭൂമിയെ നന്നാക്കിയെടുക്കുകയും അതിനുവേണ്ടി വേണം ഭൂമിക്ക് ഭക്ഷിക്കാൻ കഴിയുന്നതായിട്ടുള്ള ഏതെല്ലാം വസ്തുക്കളുടെ പ്ലാസ്റ്റിക് അല്ലാത്ത, കുപ്പിച്ചില്ലല്ലാത്ത എന്ത് സാധനവും അത് ഭൂമിക്ക് വളമായി ഇവിടെ വരും. അത് ഭൂമി സ്വീകരിക്കും, അത് ചെടികൾക്ക് നൽകും. ആ ഒരവസ്ഥയിലേക്ക് ഭൂമിയെ നന്നാക്കിയെടുത്ത് കൃഷി ആ മണ്ണിൽ ഉണ്ടാക്കിയെടുത്താൽ അതിൽ വിളവുകൾ നന്നായിരിക്കും, അത് വിഷവിമുക്തം ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലയിൽ ഈ കേരള ജൈവ കർഷക സമിതി അതിവിടെ എന്നും നിലനിൽക്കണം. നമ്മളുടെ അടുത്ത തലമുറക്ക് ഈ ഭൂമിയെ നമുക്കെങ്ങനെ കിട്ടിയോ അങ്ങനെയെങ്കിലും തിരിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. സാധിക്കുമോ അറിയില്ല. മനുഷ്യൻ്റെ ആർത്തി അത്രമാത്രമാണ് എന്നുള്ളത് നമുക്ക് ഏതൊരാളുടെയും ഒരു സ്വഭാവം മനസ്സിലാക്കിയാൽ സാധിക്കും. വിശുദ്ധ ഖുർആനിലൊരു വചനമുണ്ട്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിന്നാസ്. കരയിലും കടലിലും നാശം മുളപ്പൊട്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. എന്താ കാരണം? ലോകത്ത് 80 ലക്ഷത്തിലധികം ജൈവ സ്പീഷീസ് ഉണ്ടെങ്കിലും മനുഷ്യൻ്റെ കൈകടത്തലുകൾ മാത്രമാണ് അതിന് കാരണമെന്നാണ് ദൈവം പറഞ്ഞിട്ടുള്ളത്. മനുഷ്യൻ കൈകടത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ അവൻ്റെ കരങ്ങൾ സ്പർശിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഈ പ്രപഞ്ചമാകെ നാശത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. കരയും കടലും എന്നുള്ളതാണ്. ആ ഒരവസ്ഥക്ക് മാറ്റം വരുത്താൻ ഇനി നമ്മൾ വിചാരിച്ചാൽ സാധിക്കുമെന്നറിയില്ല. എന്നാലും കുറേയൊക്കെ എങ്കിലും നമ്മളെപ്പോലെ എല്ലാ കർഷകരും ഒത്തൊരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഭൂമി നന്നാക്കിയെടുക്കാം, ഇവിടെ ഉണ്ടാകുന്ന ഭക്ഷണം നന്നാക്കിയെടുക്കാം, അങ്ങനെ മനുഷ്യൻ്റെ ആരോഗ്യം നന്നാക്കിയെടുക്കാം, അങ്ങനെ ഒരു രോഗവിക്തമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുക, ഒരു വീടുണ്ടാക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം. രോഗമുക്തമായ വീട്, വിഷവിമുക്തമായ വീട്. ആ 2 ലക്ഷ്യങ്ങളിൽ ഒതുങ്ങിക്കൊണ്ടാണ് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഈ നാട്ടിലെ ഈ പരിപാടിയിൽ സംബന്ധിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും അറിയിക്കുക എന്നത് മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷനായിരുന്ന ശ്രീ കെ പ്രഭാകരൻ സാർ, വൈസ് പ്രസിഡന്റ് ഓഫ് എടപ്പാൾ ഗ്രാമപഞ്ചായത്ത്, അദ്ദേഹത്തിനെ ഞാൻ ആദ്യമായി ഈ കമ്മിറ്റിക്ക് വേണ്ടി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ സ്വാഗതം ആശംസിച്ച നമ്മുടെ എല്ലാമായ ഇതിൻ്റെ ജനറൽ കൺവീനർ കൂടിയായ കെ ചന്ദ്രൻ മാസ്റ്റർ, അദ്ദേഹത്തിന് നന്ദി പറയേണ്ട ആവശ്യമില്ല എന്നറിയാം, എന്നാലും ഈ ഔപചാരികമായി അദ്ദേഹത്തിന് നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഇവിടെ ഉദ്ഘാടനം നടത്തിയത് ഇപ്പോൾ ആരാന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മളെ ഉദ്ഘാടകൻ എന്ന് പറഞ്ഞ് വിളിച്ച ആള് നമ്മുടെ MLA ആയിരുന്നു. MLA എൻ്റെ വിദ്യാർത്ഥിയാണ്, അതിന് പുറമെ എൻ്റെ സഹപ്രവർത്തകനും കൂടിയാണ്. അദ്ദേഹം പ്രസംഗിച്ച് അവസാനം നമ്മുടെ ചെറുവയൽ രാമൻ പത്രശ്രീ അവറുകൾ ഇവിടെ വന്നപ്പോൾ ആ സ്ഥാനം അങ്ങോട്ട് കൈമാറി. മുഖ്യാതിഥിയായി നമ്മൾ ക്ഷണിച്ച രാമൻ സാറായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആ ഉദ്ഘാടന കർമ്മം അദ്ദേഹം അങ്ങോട്ട് മാറിക്കൊടുത്തു.
ഞാൻ ഇതിന് അർഹനല്ല, അതിന് ഏറ്റവും അർഹനായ ആൾ പത്മശ്രീ രാമൻ ഏട്ടനാണ് എന്നുള്ളത് മനസ്സിലാക്കി അദ്ദേഹത്തിന് അങ്ങനെ നമ്മുടെ ഉദ്ഘാടനം മുഖ്യാതിഥിയും ആയിട്ടുള്ള 2 ആൾ എന്ന് നമുക്ക് പറയാം. ഒരാൾക്ക് മാത്രമല്ല, 2 ആൾക്കും കൂടി ടി ജലീൽ അവർകൾക്കും അതുപോലെ തന്നെ പത്മശ്രീ ചെറുവയൽ രാമൻ അവർകൾക്കും ഞങ്ങളുടെ എല്ലാവിധ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് ആശംസകളായി നേർന്നുകൊണ്ട് സംസാരിച്ച ഞങ്ങളുടെ ചെയർമാൻ അഡാട്ട് വാസുദേവൻ സാർ, VA ദിനേശൻ സാർ, അതുപോലെ P സതീഷ് കുമാർ, ഖദീജ നർഗീസ് ടീച്ചർ, TV പ്രഭാഷൻ, ഹരിയാന നന്ദകുമാർ, അതുപോലെ പിന്നെ MP സുരേന്ദ്രൻ, അതുപോലെ ഗംഗാധരൻ സാർ, എല്ലാവർക്കും ഞങ്ങളുടെ അകൈതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഇവിടെ ഔപചാരികമായി അവസാനിച്ചതായി അധ്യക്ഷൻ്റെ അനുവാദത്തോടു കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.